പ്രൈസ് ലോർഡ്. സ്തോത്രം. വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. സ്തോത്രം. വിശേഷാൽ ഇൻ ഗ്രേസ് ഫെലോഷിപ്പ് നടത്തുന്ന കർത്താവിന്റെ ദാസി ആമേൻ. സ്തോത്രം. പ്രിയ ബീന അജയ് ആൻറ്റിക്കായി കുടുംബത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃ ശുശ്രൂഷയിൽ കർത്താവ് ബലത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ നടത്തിക്കൊണ്ട് വരുന്ന വിധങ്ങൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. പുതിയ വാർത്തകൾ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. അതൊരിക്കലും പ്രിയ കർത്താവിന്റെ ദാസിയുടെ മിടുക്ക് കൊണ്ടല്ല, ദൈവകൃപ കൊണ്ടാണ് നന്മകളൊക്കെ പ്രാപിപ്പാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു കാലത്ത് ആരാധനയ്ക്കുള്ള സ്ഥലങ്ങളൊക്കെ ലഭിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ കാലത്ത് അതൊന്നും ബുദ്ധിമുട്ടല്ല. എങ്കിലും ദൈവനിശ്ചയപ്രകാരമുള്ള സ്ഥലം കിട്ടിയത് മനുഷ്യബുദ്ധി കൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാ. സ്തോത്രം. കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിലെ ഈ പ്രയർ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ചെറിയാൻചാന ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെയും കുടുംബത്തെയും കർത്താവ് ബ്ലസ് ചെയ്യട്ടെ. പ്രൈസ് ലോർഡ്. സ്തോത്രം. നമുക്കൊരു വേദഭാഗം വായിക്കാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 6 വേഴ്സ് 20. യോശുവയുടെ പുസ്തകം 6:20. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. കാഹളനാദം കേട്ട് ജനം കാഹളനാദം കേട്ടു അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീയ പിതാവെ, അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ പ്രഭാതം കാണുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിച്ചതിനായി സ്തുതിക്കുന്നു. തിരുവചനം പറയുന്നു, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം യഹോവയിൽ ആനന്ദിക്കുക. അങ്ങയുടെ പ്ലാനുകളുള്ള ദിവസത്തിലേക്ക്, ഞങ്ങളെക്കുറിച്ച്, വിശുദ്ധന്മാരെ കുറിച്ച്, വേർപെട്ട അങ്ങയുടെ ജനത്തെക്കുറിച്ച് അങ്ങേക്കൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിലേക്ക് ഞങ്ങളെ ഇന്ന് നടത്തിക്കൊണ്ട് വന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. തിരുവചനം സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ഡിവൈസിനെ ബ്ലസ് ചെയ്യുന്ന കർത്താവെ. ആമേൻ. അങ്ങയുടെ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം, അത് വീടാകട്ടെ, അത് അപ്പാർട്ട്മെന്റ് ആകട്ടെ, അത് ഓഫീസാകട്ടെ, യാത്രയിലാകട്ടെ, സ്തോത്രം, എവിടെ ഇരുന്നാലും അങ്ങയുടെ വചനം അവിടെ ശക്തിയോടെ പകരണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. അത് തീയായി വെളിപ്പെടണമേ. അങ്ങനെ തന്നെ അങ്ങനെ വചനം പറയുന്നത്, ഞാൻ എൻ്റെ വചനത്തെ നിന്റെ നാവിൽ തീയായും. കർത്താവെ സ്തോത്രം. അതുപോലെ ഞാൻ ഏറ്റെടുക്കുന്നു. ജനത്തിന് മേൽ അതുപോലെ പകരപ്പെടുന്നു. ഞങ്ങൾക്കുള്ളതിനെല്ലാം യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്ത് ശുശ്രൂഷയെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. ആമേൻ. എല്ലാവരും ചേർന്ന് ആമേൻ പറഞ്ഞേ. ആമേൻ. പ്രൈസ് ഗോഡ് ബ്ലെസ് യു. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രിയപ്പെട്ട കൂട്ടായ്മയ്ക്ക് വേണ്ടി വചനം പ്രിപ്പയർ ചെയ്യുവാനിരുന്നപ്പോൾ ഈ ഭാഗമാണ് കർത്താവ് എനിക്ക് നൽകിയത്. സ്തോത്രം. ഞാൻ യേശപ്പായോട് ചോദിച്ചു, അപ്പാ ഇത് ഒത്തിരി അപ്പച്ചമാർ സംസാരിച്ച വിഷയമാണ്. സ്തോത്രം. നാളുകളായി കേൾക്കുന്ന വിഷയമാണ് യെരിഹോവിന്റെ വിഷയം. ഇത് തന്നെ സംസാരിക്കണമോ? സ്തോത്രം. കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ നീ ഇത് തന്നെ സംസാരിക്കണം. ഞാൻ പിന്നെയും കർത്താവിനോട് എൻകൗണ്ടറിലായി. കർത്താവെ, ഞാനിപ്പോ പുതിയ നിയമം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപ് പഠിക്കുമായിരുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ FAC 3 ലേഖനങ്ങൾ, FAC ലേഖനം, ഫിലിപ്പിയ, കൊലോസ്യ ലേഖനം, 3 ലേഖനങ്ങൾ ഞാൻ 25 തവണ വായിച്ചു. പിന്നെ ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ കർത്താവിന്റെ ആലോചന കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ കരുതി, കർത്താവ് എന്നാല് അതിൽ നിന്ന് സംസാരിക്കും. കർത്താവ് പറഞ്ഞു, നോ. സ്തോത്രം. അപ്പച്ചന്മാർ സംസാരിച്ചത് തന്നെ നീ ഒന്നുകൂടി എടുത്തു പറയുക. സ്തോത്രം. ഞാൻ പിന്നെയും നമ്മളിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതൊരു സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പൊ ഞാൻ ഈ വചനം സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ എനിക്കൊരു കൺഫർമേഷൻ തരണം. സ്തോത്രം. കൺഫർമേഷൻ കിട്ടി. സ്തോത്രം. പ്രിയ ആന്റി, പ്രിയ ബിന്ദു ബൈജു സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ കോട്ടകളെ ഇടിക്കണമെന്നൊരു കൺഫർമേഷൻ പറഞ്ഞു. സ്തോത്രം. ആന്റി ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അറിയത്തില്ല, പ്രാർത്ഥനയിൽ ഇന്ന് കോട്ടകളെ ഇടിക്കണമെന്ന്. സ്തോത്രം. അങ്ങനൊന്നും പ്രാർത്ഥനയിൽ വേണ്ടതല്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ കർത്താവാണ് ആ വാക്ക് കൊടുത്തത്. സ്തോത്രം. കർത്താവ് പ്രിയ ആന്റിയുടെ നാവില ദൂത് കൊടുത്തതോർത്ത്, നൽകിയതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. സമയങ്ങളെ ഞാൻ വളരെ വിലപ്പെട്ടതായി കണ്ട് ഈ വചനത്തിലേക്ക് കടന്നു വരിക. നമ്മൾ നിരവധി തവണ കേട്ടിട്ടുള്ളതാണ് യെരിഹോവ്,
എരിഹോന് മുമ്പിൽ ആർപ്പിട്ടു, എരിഹോ വീണു. ഇതൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയത്തിൽ കൂടി പിന്നെയും എന്നെ കൊണ്ടുപോയി. പെട്ടെന്ന് ചില വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. നമ്മള് എല്ലാരും ചോദിക്കുന്ന കാര്യമാ, ആർപ്പിടേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. ഇന്നത്തെ ആധുനിക മായ വിശ്വാസികളുടെ ഇടയിൽ ആർപ്പിടുന്നതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ആർപ്പിടുന്നത്, ഐ മീൻ, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണും, സ്തോത്രം, ഒരു ആന്റി ഇവിടെ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആന്റിയുടെ ചർച്ചിൽ എങ്ങനെ അറിയത്തില്ല, പ്രിയ, USA എന്നൊരു ആന്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആന്റിയുടെ ചർച്ചിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടുത്തെ മിക്ക ചർച്ചുകളിലും ആർപ്പുകളില്ല. ആമേൻ. എല്ലാം എല്ലാം സൈലന്റ് ആരാധനയാ. സ്തോത്രം, പ്രൈസ് ഗോഡ്. വചനം കേട്ടാലും സൈലന്റ്, ആമേൻ. ജയം കിട്ടിയാലും സൈലന്റ്, ജയത്തിന് പോകുന്നതും സൈലന്റ്. ചില ചർച്ചകളിൽ ആർപ്പ് വിളികളൊക്കെ ഉണ്ട് കേട്ടോ. സ്തോത്രം, ആമേൻ. എന്നാൽ ആമേൻ, സ്തോത്രം. അപ്പം ചോദ്യമുണ്ട്, സൈലന്റ് ആയിട്ടിരുന്നാൽ പോരെ? വചനമുണ്ടല്ലോ, മിണ്ടാതിരുന്ന് ഞാൻ യഹോവയെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അപ്പോ ചില മിടുക്കന്മാർ ഇതാ എടുക്കുന്നത് കേട്ടോ. ഞാൻ ആ മിടുക്കന്മാർക്ക് എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ ഞാൻ കൊടുക്കുന്ന പേര്, ഞാൻ വലിയ ബഹളമൊന്നും വേണ്ട, വലിയ ശബ്ദമൊന്നും വേണ്ട, ഇങ്ങനൊക്കെ പോയാൽ മതിയെന്ന് പറയുന്നവരെടുക്കുന്ന ഒരു വചനമാണ്, മിണ്ടാതിരുന്ന് ഞാൻ യഹോവയെന്ന് അറിഞ്ഞുകൊള്ളുകയും. ഞാൻ ആ ഒരു വാക്കെടുത്ത് ഒത്തിരി തപ്പി നോക്കി എവിടൊക്കെ മിണ്ടാതിരിക്കണമെന്ന്. തിരുവചനത്തില് 2 തവണയേ അങ്ങനെ പറയുന്നുള്ളൂ. ബാക്കി മുഴുവനും പഴർന്നത് ആർപ്പിടാനാ പറയുന്നത് കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് ആ ഒരു വചനം വെച്ച് ആരും മൗനമായിരിക്കല്ലേ. ആർപ്പിടാൻ ദൈവം തരുന്ന സമയത്തെല്ലാം ആർപ്പിട്ടോണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരും ആർപ്പിട്ടില്ലെങ്കിലും നമ്മൾ ആർപ്പിട്ടോണേ. ഞങ്ങളുടെ ചർച്ചില്, മീൻസ് ഞങ്ങളുടെ അടൂർ ചർച്ചിൽ ഒരമ്മച്ചി ഉണ്ടായിരുന്നു, സഹോദരൻ മേരി അമ്മച്ചി. ആരും ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും ഈ അമ്മച്ചി ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ കാലഘട്ടം, ആമേൻ, അത്യുച്ചത്തിലുള്ള ദൈവിക ആരാധനകളും അത്യുച്ചത്തിലുള്ളതായ ആമേൻ, സ്തോത്രം, ആർപ്പിന്റെ സ്വരങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം പറയുമ്പോഴെല്ലാം, ഹൃദയത്തിന്റെ തുടിപ്പുകൾ വരുമ്പോഴെല്ലാം ദൈവത്തെ ആർപ്പിട്ടോണമേ. മടി കാണിക്കല്ലേ. ഇന്ന് അസാധാരണമായ രീതിയിൽ, ആമേൻ, ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരനുഭവം ഉണ്ടായി. സ്തോത്രം. ഞാൻ സാധാരണ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ജോലി സ്ഥലത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട്. ജോലി സ്ഥലത്ത് നമ്മൾ ഇച്ചിരി മാന്യതയൊക്കെ കാണിക്കണ്ടേ. സ്തോത്രം. പലരും വരുന്നില്ല. പക്ഷെ എൻ്റെ കൺട്രോളിലായിരുന്നില്ല ഇന്നത്തെ മണിക്കൂറുകൾ. 4 to 6 വരെ, ആൾമോസ്റ്റ് 7 മണി വരെ, 4 മുതൽ 7 മണി വരെ എൻ്റെ കൺട്രോളിലായിരുന്നില്ല നാവ്. ഞാൻ ഉറക്കെ ഹല്ലേലൂയ പറയുമായിരുന്നു, ഉറക്കെ ദൈവത്തിന് സ്തുതി പറയുമായിരുന്നു. ഹല്ലേലൂയ മാത്രം അവർക്ക് മനസ്സിലാകും. നമ്മൾ ഈ മലയാളത്തിൽ സ്തോത്രം പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഉറക്കെ ഹല്ലേലൂയ പറയുന്നവർക്ക് എന്നെ നോക്കുക. എന്നെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 1-2 പേര് പറയുന്നത് അമേരിക്കൻ ഹല്ലേലൂയ, അമേരിക്കൻ ഹല്ലേലൂയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ കളിയാക്കളൊന്നും ഞാൻ വകവെച്ചില്ല. മലയാളത്തിലും എല്ലാം കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, ആമേൻ, അടുത്ത മണിക്കൂറുകളിൽ അസാധാരണമായ വിടുതൽ നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകല് ഞാൻ ജനത്തെ ധൈര്യപ്പെടുത്തുക കേട്ടോ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ആർപ്പിടുവാൻ തരുന്ന സമയങ്ങളിൽ ആർപ്പിട്ടോണമേ. ഹല്ലേലൂയ. എന്നാൽ നോക്കണം, ഈ എരിഹോവിനെ കുറിച്ചൊന്ന് അറിയണം, എന്തിനാർപ്പിട്ടു എന്ന് അറിയണം. സ്തോത്രം. 1-2 കാര്യങ്ങൾ വേഗം പറഞ്ഞിട്ട് നിങ്ങളോട് ദൈവത്തിന്റെ ആലോചന ഷെയർ ചെയ്യുവാൻ, സ്തോത്ര, പ്രവചന ദൂതിലേക്ക് വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. സ്തോത്രം. നിങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി തൊടുന്ന ഒരു പകലായി തീരട്ടെ. നോക്കണമേ, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തില് 1-ാം വാക്യം പറയുന്നത്, എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. സ്തോത്രം. ഇതല്ലേ നമ്മൾ വായിക്കുന്നത്? ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. നമ്മൾ വലിയ വിഷയമായിട്ട് കാണുക. ഇസ്രായേൽ ജനം മുന്നോട്ട് കടന്നു വരാതെ വണ്ണം, ഇത് പിടിച്ചടക്കാതെ വണ്ണം, ഈ
ഈ സ്ഥലം പിടിച്ചടക്കിയാൽ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാ ജനത്തിന്. ആമേൻ. ഇത് ഈ ഭാഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മോനെ നിന് മുൻപുള്ള അധ്യായത്തിലേക്ക് നീ ഒന്ന് കടന്നു പോകണം. അതായത് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 9 മുതൽ ഞാൻ നിങ്ങൾക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 2:9, ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 2:9 ഇങ്ങനെ പറയുന്നത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകി പോകുന്നു. ഓ ഹല്ലേലൂയ, സ്തോത്രം. നോക്കണമേ, നമ്മൾ ഈ അടച്ചു ഉറപ്പാക്കിയ യഹോവനെ കുറിച്ചാ കേട്ടത്. ആമേൻ. അതായത് ആമേൻ, സ്തോത്രം. ഇസ്രായേൽ ജനത്തെ ഈ സ്ഥലം ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, ഇത് കീഴടക്കുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നൊക്കെയാണ് ഒരു വ്യാഖ്യാനം വരുന്നത്. പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ അടച്ച് നോക്കിക്കേ, എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. സ്തോത്രം. ഇങ്ങനെയാണ് ഇത് വായിക്കുമ്പോൾ യെരിഹോവ്, ശരിയാണ്, ചരിത്രത്തിൽ പറയുന്നത്. ആമേൻ, സ്തോത്രം. പഴയൊരു കണക്ക് എനിക്ക് ഓർമ്മ വരുന്നത്, ഏകദേശം 4 കാറുകൾക്ക് ഒരുമിച്ച് നിരന്ന് കിടന്നാൽ ആ വീതിയുള്ള ഒരു മതിലാണ്. സ്തോത്രം. ഈ മതിലുകളിലെല്ലാം ഭവനങ്ങളുണ്ട്. വളരെ ചരിത്രം പറയുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉറപ്പുള്ള പട്ടണമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ട് ദൈവദാസന്മാർ പറയുമ്പോൾ, അയ്യോ എന്ത് ഉറപ്പുള്ള സംഭവം, ആമേൻ, സ്തോത്രം, പിടിച്ചടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒന്ന് ഓർത്തോണേ, ഇവർ ഈ അടച്ച് ഉറപ്പാക്കി എന്നൊക്കെ പറഞ്ഞാലും ഇന്നൊരു വീട് നടക്കാൻ പോവാ കേട്ടോ. ആമേൻ, സ്തോത്രം. ഈ ദൂതൊക്കെ അങ്ങോട്ട് തരുമ്പം നിന്റെ മുമ്പിൽ അടച്ച് ഉറപ്പാക്കി ഇരിക്കുന്നൊക്കെ പറഞ്ഞാലേ ആ ദൂതിനൊരു കനം വരത്തുള്ളൂ കേട്ടോ. സ്തോത്രം. ഞാൻ ദൂത് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഇങ്ങനെയൊക്കെ ദൂത് കൊടുത്തിട്ടുണ്ട്. നിന്റെ മുമ്പിൽ അടച്ച് ഉറപ്പാക്കിയിരിക്കുന്ന യെരിഹോവ് പട്ടണത്തെ പോലെ എന്നൊക്കെ പറയുമ്പം ഈ ദൂത് ഞാൻ ഒരു കാലത്ത് കൊടുത്തതും ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടപ്പോൾ ഇത് നോക്കുമ്പോൾ, എന്റെ ദൈവം അന്ന് കൊടുത്ത ദൂത് എന്തുവാ, ഇന്ന് എന്തുവാ ദൈവം നീ എന്നോട് സംസാരിക്കുന്നേ. അന്ന് ദൂത് കൊടുത്തപ്പം, ഈ ദൂത് കൊടുക്കുമ്പം ഞങ്ങൾ ഈ പ്രവാചകന്മാരുടെ ഉള്ളിലും ഒരു ചെറിയൊരു തോട്ട്സ് വരും. അടച്ചുറപ്പാക്കിയിരിക്കുന്നു. സ്തോത്രം. ആരെയും വിട്ടത്തില്ല, അതാ മറ്റേതാ മറിച്ചതാ. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചപ്പോൾ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്. എന്തോ അടച്ചുറപ്പാക്കിയിരിക്കുന്നേ, ഏത് യെരിഹോ പട്ടണം അടച്ചുറപ്പാക്കിയിരിക്കുന്നത്, അവരെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എന്തോ പറയുന്നത്. ആമേൻ, സ്തോത്രം. നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. കേട്ടോ, ഒന്ന് നോട്ട് ചെയ്തോണേ. ഇനി യെരിഹോവിനെ കുറിച്ച് പറയുമ്പോൾ ആരും പേടിക്കല്ലേ. സ്തോത്രം. യെരിഹോവിനെ കേൾക്കുമ്പോൾ ആര് ദൂത് പറഞ്ഞാലും പേടിക്കരുത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. ഗ്രേസി ആന്റി പേടിക്കല്ലേ, അടൂരെ ഗ്രേസി ആന്റി, അച്ചായ പേടിക്കല്ലേ, വലിയ വിഷയമാ. ഞങ്ങൾ ദൂത് പറയുമ്പോൾ കനപ്പിച്ച് പറയും കേട്ടോ. നിന്റെ മുൻപിൽ ശക്തമായി നിൽക്കുന്ന യെരിഹോവ പേടിക്കല്ലേ, ഇനി പേടിക്കല്ലേ. അകത്തെല്ലാരും പേടിച്ചിരിക്കുക. നിങ്ങളല്ല, എന്താണോ എന്തോ വലിയ വിഷയമാണെന്ന് പറയുന്നത്, സ്തോത്രം, അകത്തുള്ളവരുടെ മനോനില പറയാണ്. ആമീൻ, സ്തോത്രം. ഇങ്ങനെ പറയുന്നത്, ആമീൻ, ഒന്നുകൂടി ഞാൻ വായിക്കാം. 9 മുതൽ, നിങ്ങളെ ഉള്ള ഭീതി യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ ഇൻസൈറ്റ് ഒന്ന് വർദ്ധിക്കട്ടെ. സ്തോത്രം. ഈ അടച്ചുറപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ പട്ടണത്തെ കുറിച്ച് പറയുക, ഞങ്ങള് നിങ്ങൾക്കുള്ളവരാന്ന്. ഓ ഷാറാധാല ഷാഖാറാബാധാല. ഇത് എനിക്ക് സ്തോത്രം, കർത്താവുമായുള്ള എൻകൗണ്ടർ കിട്ടിയ സ്തോത്രം, ഇത് അനുഭവം എന്റെ കണ്ണങ്ങ് തുറപ്പിച്ചു. എടാ മോനെ, നീ ആ ദൂത് പറയുന്ന അല്പം ഒന്ന് ശ്രദ്ധിച്ചു വേണമേ. ഈ യെരിഹോനെ കുറിച്ചൊക്കെ നീ കൊണ്ട് പ്രവചിക്കുമ്പം ഓർക്കുക, ആർക്ക് വിരോധമായി എന്ത് അടച്ചുറപ്പാക്കിയിരിക്കുന്നു അത് അവർക്കുള്ളതാ. ഓ സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ ദൂത് പറഞ്ഞു, നിനക്ക് കിട്ടത്തില്ലെന്ന് പറയുന്ന, സ്തോത്രം, പറ നമുക്ക് ഉള്ളതാ. സ്തോത്രം. അതിന്റെ അകത്തുള്ളവര് പറയുകയാണ്, യെരിഹോ നിവാസികൾ പറയുകയാണ്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. വിശ്വാസത്തോടെ പറഞ്ഞേ. നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമുക്ക് തരത്തില്ലെന്ന് പറയുന്നതിനകത്ത് കിടക്കുന്ന ശബ്ദങ്ങൾ എന്തുവാ?
ചില ജോലി സ്ഥലത്ത് കിടക്കുന്ന ശബ്ദങ്ങൾ എന്തുവാ? ചില വിദ്യാഭ്യാസ മേഖലയിൽ കിടക്കുന്ന ശബ്ദം എന്താണെന്നറിയാമോ? നിങ്ങൾക്കുള്ളതാ, ഈ പദവി നിനക്കുള്ളതാ, ഈ ശുശ്രൂഷ നിനക്കുള്ളതാ. എന്തടച്ചുറപ്പാക്കിയിരിക്കുന്നുവോ, എന്തിലേക്ക് നിന്നെ വിടത്തില്ലെന്ന് പറയുന്നുവോ, അതിനകത്തുനിന്നൊരു ഒരു ഭാഷ വരുന്നു, അതിനകത്തുനിന്നൊരു ആമീൻ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ഇൻസൈറ്റ് വരുന്നു. ഈ ദേശം നിങ്ങൾക്കുള്ളതാ. ഇത് ഏതെങ്കിലും പ്രവാചകനാണോ പറഞ്ഞത്? ഏതെങ്കിലും പുരോഹിതനാണോ ഇവരോട് പറഞ്ഞത്? അല്ല. ദേശം ഒറ്റുനോക്കുവാൻ വന്ന സ്പൈസിനോട് ആ ദേശത്തിലെ ആൾക്കാർ പറയുകയാണ്, ആ ദേശത്തിലെ ഒരു സഹോദരി പറയുകയാണ്, ഈ ദേശം നിങ്ങൾക്കുള്ളതാ. ഇന്ന് ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതോ ഇനി ഞാൻ പ്രവാചകനെ അയക്കണോ? സ്തോത്രം. ഏതെങ്കിലും പ്രവാചകനെ വിടണോ? സ്തോത്രം. ഹല്ലേലൂയ. നോ. ആ അകത്തുനിന്നൊരു ശബ്ദം വരുന്നു കേട്ടോ, അകത്തുനിന്നൊരു ശബ്ദം വരുന്നു കേട്ടോ. ആമേൻ. സ്തോത്രം. നിങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഇതുപോലെ മറ്റൊരു അനുഭവം വിശുദ്ധ ബൈബിളിൽ ഉണ്ട് കേട്ടോ. സ്തോത്രം. അതായത് ഈ ഗിദയോന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധം നടക്കുക. ആമേൻ. ആ ഗിദയോൻ പറഞ്ഞു, എന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ശത്രുപാളയത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഒരു യവത്തപ്പം ഉരുണ്ട് വരുന്നുണ്ട്. ഇന്ന് ചിലരുടെ കണ്ണുകളൊക്കെ തുറക്കുക. ഈ ഫാസ്റ്റിങ്ങില് ഇതുവരെ തുറക്കപ്പെടാത്തൊക്കെ തുറക്കുക കേട്ടോ. നമ്മുടെ കാതുകളൊക്കെ തുറക്കാൻ പോവുക. ശത്രുപാളയ ഒരു പ്രവാചകൻ ചെന്നല്ല ഗിദയോനോട് പറയുന്നത്. ശത്രുപാളയത്തിൽ രണ്ടുപേര് പറയുകയാണ്, ഇത് ഗിദയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് തരത്തിലെന്ന് പറയുന്ന നമ്മുടെ നന്മകളൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന ശത്രുപാളയത്തിൽ ഒരു ശബ്ദമുണ്ട്. ഈ യവത്തപ്പം, ഈ ഉരുണ്ട് വരുന്ന യവത്തപ്പം, നമ്മൾ അതിന് മുൻപുള്ള അധ്യായത്തിൽ ഭയന്നിരിക്കുന്ന ഗിദയോനെയാ കാണുന്നത്, സംശയിച്ചു കിടക്കുന്ന ഗിദയോനെയാ കാണുന്നത്. പക്ഷെ ശത്രുപാളയം കാണുന്നത് ഭയന്നിരിക്കുന്ന ഗിദയോനെ അല്ല, കൂടാരങ്ങളെ മറിച്ചിടുന്ന ഒരു യവത്തപ്പത്തെയാ. വിശ്വാസത്തോടെ കാണുന്നുണ്ടോ? നമ്മൾ ചില വിഷയത്തിൽ സംശയത്തോടെ ഇരിക്കുമ്പോൾ, നമ്മൾ ചില ശുശ്രൂഷയിൽ ഇത് വിടുതല നടക്കുമ്പോ, ചില വിദ്യാഭ്യാസത്തിന് പുറപ്പെടുക, ഒരു ജോലിക്ക് വേണ്ടി പുറപ്പെടുക, ഒരു വിവാഹത്തിന് വേണ്ടി പുറപ്പെടുക, എന്തൊരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടാലും ഇതൊന്നും എന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറയുമ്പോൾ, നമുക്ക് കിട്ടാനുള്ള സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്ന ശബ്ദം എന്താ അറിയാം? ആ ശബ്ദം പുറത്തു വരുന്നു. ഇത് പ്രാർത്ഥിക്കുന്ന, ഇത് ഉപവസിക്കുന്ന, ഇത് ദൈവസേന മുഴങ്കാലുകളെ മടക്കിയിരിക്കുന്ന ഡോക്ടർ റീന ഫിലിപ്പിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ഇന്ന് പകല് ചില ഉരുണ്ട് വരുന്ന യവത്തപ്പങ്ങൾ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. കൂടാരങ്ങളെ മറിച്ചിടുന്ന, മിദ്യാനുടെ കൂടാരങ്ങളെ മറിച്ചിടുന്ന യുദ്ധം. സ്തോത്രം. ഫിസിക്കൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് സ്തോത്രം, ആത്മീയ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. വാളുകൊണ്ടുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ശത്രുപാളയത്തിൽ ഒരു സ്പിരിച്വൽ വാർഫെയർ തുടങ്ങി. അത് ഗിദയോനാകുന്ന യവത്തപ്പം. ഓർത്തോണെ, ഒരു ഭാഗത്ത് ഗിദയോൻ ഇങ്ങനെ എന്ത് ചെയ്യണം അറിയാതെ ഭാരപ്പെടുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ആ സ്വപ്നം കേൾക്കുവാൻ ഗിദയോൻ യുദ്ധം ചെയ്യുവാനല്ല പാളയത്തിൽ പോയത്. സ്തോത്രം. ശത്രുപാളയത്തിൽ ഒന്ന് വെറുതെ പോയതാ. അവിടെ കേൾക്കുന്ന ശബ്ദമാണ്, സ്തോത്രം, അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓർക്കുക. സ്പിരിച്വൽ വാർഫെയറിന്റെ ഒരു അടയാളം തരാം. നമ്മൾ ഗിദയോൻ ജസ്റ്റ് ഒന്ന് അവരുടെ ഈ പാളയം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പോയതാ. അപ്പോഴാണ് അവിടെ കേൾക്കുന്ന ശബ്ദം, അവൻ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളെ തകർത്ത് കളയുവാൻ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് കേൾക്കുന്നുണ്ടോ? ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ ദൈവവാസത്തിന്റെ ഈ ദിവസം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവൻ ഇവിടെ വന്നിട്ടുണ്ട്, അവൾ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ബിന്ദു ആന്റി, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. സ്തോത്രം. ശത്രു പറയുക, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല.
ബിജു അപ്പച്ച അപ്പച്ച കേൾക്കുന്നുണ്ടോ? ശത്രു പറയുക പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന്. ഇവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ അവൻ വെറുതെ ഇരിക്കില്ല. അവനിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക, അവൻ ചലിച്ചുകൊണ്ടിരിക്കുക. ചലിക്കുന്നവന് മുമ്പിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇന്നലെ വരെ ഉറച്ചു നിന്ന ചിലത് ഇന്ന് പകൽക്കാലം പ്രിയ പിതാവേ പറയുന്നു, ഞങ്ങൾ അവന്റെ മുമ്പിൽ തകരുവാൻ തുടങ്ങുകയാ. ഞങ്ങളുടെ കൂടാരങ്ങൾ അവന്റെ മുമ്പിൽ തകരുവാൻ തുടങ്ങുകയാ. ജെസി റെനി സിസ്റ്ററെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില കൂടാരങ്ങൾ നിന്റെ മുൻപിൽ ഉടയുകയാ. ഓ ഗിദെയോൻ അവിടെ നിൽക്കുക കേട്ടോ, യുദ്ധം ചെയ്യുവാനല്ല, അവൻ എന്താണ് സംഭവിക്കുമെന്ന് അറിയുവാൻ. പുരയുടെ കൂടെ അവിടെ ചെന്നയാ ആമേ. പക്ഷെ അവിടെ കേൾക്കുന്ന ശബ്ദം, ആമേ സ്തോത്രം, അവൻ ഒറ്റയ്ക്ക് മതി. ഒത്തിരി യവത്തപ്പങ്ങൾ വന്നെന്നല്ല പറയുന്നത്, ഒരു യവത്തപ്പം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ജെസി സിസ്റ്ററെ, ചില കൂടാരങ്ങളിൽ നിന്ന്, ശത്രുവിന്റെ കൂടാരങ്ങളിൽ നിന്ന് തകർക്കുന്ന ഒരു യവത്തപ്പമായി എന്നെ കൊണ്ട് വല്ലതും സാധിക്കുമോ? ഞങ്ങളെ കൊണ്ട് വല്ലതും നടക്കുമോ? ഞങ്ങളെ കൊണ്ട് ഇത് വല്ലതും നടക്കുമോ? നടക്കും ജെസി സിസ്റ്ററെ, നടക്കും ജെസി റെനി. അപ്പൊ ഇതാണ് യെരിഹോവിന്റെ പ്രത്യേകത. എന്തോ അടച്ചുറപ്പാക്കിയിരിക്കുന്നത്. അവര് പറയും, ഞങ്ങള് നിങ്ങൾക്കുള്ളതാ. സ്തോത്രം. അടുത്തത് പറയുന്നത്, അവൻ നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. എല്ലാരും പറയുന്നത് അടച്ചുറപ്പാക്കിയിരിക്കുക, പിടി കിട്ടത്തില്ല. അകത്തുള്ളവര് പറയുക, ആമേ യെരിഹോവിന് അകത്തുള്ളവര് പറയുക, ഞങ്ങള് ഭീതിയോടെ എല്ലാം അടച്ചുറപ്പാക്കിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ ഞങ്ങൾ പിടിക്കപ്പെടും, ആരാധിക്കുന്നവരുടെ മുമ്പിൽ ഞങ്ങൾ പിടിക്കപ്പെടും, ഉപവസിക്കുന്നവരുടെ മുമ്പിൽ ഞങ്ങൾ പിടിക്കപ്പെടുമെന്നുള്ള ഭീതിയോടെ ഓർത്തോണം. സ്തോത്രം. ആമേൻ. പ്രിയ ബീനാൻഡി, ചില ഭീതികൾ വീണിട്ടുണ്ട് കേട്ടോ. ആമേൻ. സ്തോത്രം. ചില ഭാഗമൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം കേട്ടോ. ചില ഭവനങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക, ചില ഏരിയകൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. ആ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഉറപ്പാക്കിയിരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് ദൈവവചനം എനിക്ക് നൽകുന്ന വെളിപ്പാട് ഇതാണ്. ആമേൻ. സ്തോത്രം. അത് നിങ്ങൾക്കുള്ളതാ. എന്താണോ അടച്ചുറപ്പാക്കിയിരിക്കുന്നത് അത് ഇൻഗ്രേസിനുള്ളതാ. ആരുടെ വീടാണോ അടച്ചുറപ്പാക്കിയിരിക്കുന്നത്, ഏത് സ്ഥലമാണോ അടച്ചുറപ്പാക്കിയിരിക്കുന്നത്, ആരാണോ എതിര് നിൽക്കുന്നത്, അവരെ കുറിച്ച് ഇന്ന് പകൽക്കാലം ദൂത വചനത്തിൽ കൂടെ പറയുന്നു, അത് നിങ്ങൾക്കുള്ളതാ. അവരെന്ന് പറ. സ്തോത്രം. ആമേ. സ്തോത്രം. ചിലർ ഒന്ന് രണ്ട് ആൾക്കാര് പറയുക, സ്തോത്രം, ഇവര് ആമേ. സ്തോത്രം, ഇവരെ ഇൻഗ്രേസുകാർ കൊണ്ടുപോകുമെന്ന്. കേട്ടോ, ദൂത് കേട്ടോ. നിങ്ങൾ കേട്ടില്ലെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ്. ഒരപ്പച്ചൻ പറയുക, അപ്പച്ചൻ തന്നെ ഒരപ്പച്ചൻ പറയുക, നിങ്ങൾ നോക്കിക്കോ, ഇൻഗ്രേസുകാർ ഇവിടെ പിടിച്ചെടുക്കും. സ്തോത്രം. സ്തോത്രം. നിങ്ങൾ അപ്പച്ചൻ പറയുന്ന വാക്ക് തന്നെ പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല ബീനാൻഡി. സ്തോത്രം. ഒന്നും തോന്നല്ലേ, ഒരപ്പച്ചൻ പറയുന്ന വാക്ക് ഞാൻ പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല ആ പെങ്കൊച്ച്. ഒരപ്പച്ചൻ പറയാം, ഞാനല്ല, ഒരപ്പച്ചൻ പെങ്കൊച്ചെന്നാ വിളിക്കുന്നത്. സ്തോത്രം. അപ്പച്ചനെ ഉടനെ കാണും. സ്തോത്രം. അപ്പച്ചൻ ഇത് തന്നെ പറയും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. ആമേ. സ്തോത്രം. ഇവരെ എല്ലാം ആര് കൊണ്ടുപോകുമെന്ന്? ആമേ. സ്തോത്രം. ഇൻഗ്രേസുകാർ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട് ഒരു അപ്പച്ചൻ ഒരു സാധാ അപ്പച്ചൻ അല്ല കേട്ടോ. സമുദായത്തിലെ ഒരു ഉപദേശിയാ. സമുദായത്തിലെ ഒരു ഉപദേശി അപ്പച്ചൻ. ഞാൻ ഈ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രായമില്ലേ. സ്തോത്രം. ഒരപ്പച്ചൻ പറയുക, ഈ സ്ഥലവും ഈ വീടും എൻ്റെ പിള്ളേരെ ആര് കൊണ്ടുപോകുമെന്ന്? ഇൻഗ്രേസുകാർ കൊണ്ടുപോകുമെന്ന്. നമ്മൾ ദൂത് പറയുന്നത് എന്തുവാ? കിട്ടത്തില്ല, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോളാം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന സ്ഥലത്തെ കുറിച്ച് ദൈവാത്മാവ് എനിക്ക് നൽകുന്ന ദൂത് ഇതാണ്. അവര് പറയുക, ഞങ്ങൾ നിങ്ങൾക്കുള്ളതാണെന്ന്. ഞങ്ങൾ നിങ്ങൾക്കുള്ളതാ. അടുത്തത്, ആ സ്ഥലത്തെ ആൾക്കാർ പറയുകയാണ്, ഞങ്ങൾ ഭീതിയോടിരിക്കുക. അടുത്തത്, ആമേൻ, യെരിഹോവിലെ ആൾക്കാർ പറയുകയാണ്, ഞങ്ങളെല്ലാം ഉരുകി പോവാ. കണ്ടോ.
നമ്മൾ 6-ാം അധ്യായത്തിൽ എന്തുവാ വായിച്ചത്? അടച്ച് ഉറപ്പാക്കിയിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ എന്തുവാ വെളിപ്പാട് എഴുതി വെച്ചിരിക്കുന്നത്? ഉരുകിപ്പോകുന്ന സ്ഥലം. ഇനി ആർക്കെങ്കിലും ഇനി ഇത് വലിയ 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 വിഷയമായിട്ട് തോന്നുന്നുണ്ടോ? നോ 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 നോ. ഇന്ന് ഓർക്കുക, ആമേൻ, അത് നിങ്ങൾക്കുള്ളതാണ്. ആ ജോലി നിങ്ങൾക്കുള്ളതാണ്. ആ ശുശ്രൂഷ നിങ്ങൾക്കുള്ളതാണ്. ആ പദവി നിങ്ങൾക്കുള്ളതാണ്. ആ കണക്ഷൻസ് നിങ്ങൾക്കുള്ളതാ. ചില കണക്ഷൻസ് അതാ ജിമു വന്നിരിക്കുന്ന ജമ്മു കാശ്മീർ വന്നിരിക്കുന്ന കർത്താൻദാസിന് ബിജോയ് പാഷ, അത് അങ്ങേക്കുള്ളതാ. സ്തോത്രം. ഒരു കോണ്ടാക്ട് എന്ന് പറയുമ്പം റാഷ് ബാർ ദൈവത്തിന്റെ ആത്മാവിന്റെ 4 കണക്ഷൻസ്, 4 കോണ്ടാക്ട് തരുന്നു. സ്തോത്രം. അത് അങ്ങേക്കുള്ളതാണെന്ന്, അത് അങ്ങേക്കുള്ളതാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ ഉപവാസത്തിൽ ഒരു പുത്തൻ വെളിപ്പാടോടെ വയ്ക്കോ. എന്തൊക്കെയാ? 3 വാക്ക്. ഞങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾക്കൊരു ഭീതി വന്നിരിക്കുന്നു. ഞങ്ങൾ ഉരുകി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യപ്പെട്ട് 6-ാം അധ്യായത്തിൽ അടച്ചുറപ്പാക്കിയിരിക്കുന്നതിനെ നോക്കി ഇന്ന് പകൽക്കാൽ ഈ വെളിപ്പാടോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, ഈ വെളിപ്പാടോടെ ആമേശ്വരത്തിൽ എഴുന്നേൽക്കുമെങ്കിൽ ഒരു വലിയ വിജയം കാണാൻ പോകുക. സ്തോത്രം. ഇനി കർത്താവ് ആത്മാവ് എനിക്ക് നൽകിയ മറ്റൊരു അനുഭവം ഉണ്ട് കേട്ടോ. മറ്റൊരു ഇൻസൈറ്റ് ഉണ്ട്. സംഖ്യാപുസ്തകം ആരെങ്കിലും വായിച്ചു സഹായിക്കാമോ? സ്തോത്രം. സംഖ്യാപുസ്തകം ഒന്ന് വായിച്ച് സഹായിച്ചിരുന്നെങ്കിൽ ടൈം നമുക്ക് ലാഭിക്കാമായിരുന്നു. സംഖ്യാപുസ്തകം 13:28. സംഖ്യാപുസ്തകം 13:28 ഒന്ന് വായിച്ച് സഹായിക്കാമോ? എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവുമുള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരെയും യെബൂസ്യരെയും അമോര്യരെയും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ തീരത്തും പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. താങ്ക് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം. സംഖ്യാപുസ്തകം അല്ലെങ്കിൽ ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 13:28 പറയുന്നത് സ്തോത്രം, ഭയപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ ജനതയാ. ഭയപ്പെട്ടിരിക്കുന്ന എല്ലാം കൊള്ളാം, നല്ലതാ. സ്തോത്രം. എങ്ങനെ തുടങ്ങുന്നത് എങ്ങനെ അറിയാം? ആ ദേശത്തിനെ കുറിച്ച് 27 മുതൽ പറയുന്നത്, അവർ അവനോട് വിവരിച്ചു പറഞ്ഞ എന്തെന്നാൽ നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയും ആകുന്നു. അവസാനം പറയുകയാണ് 33 പറയുകയാണ്. 13:33 പറയുകയാണ്, അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. സ്തോത്രം. സംഖ്യാപുസ്തകത്തില് ഈ ആർപ്പിട്ടവരുടെ കാര്യം പറയാൻ പോവാണ്. സംഖ്യാപുസ്തകത്തില് ഈ യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ആർപ്പിടാൻ വന്നവരെ കുറിച്ച് അവരുടെ പിതാക്കന്മാരെ കുറിച്ച് എന്തുവാ പറയുന്നത്? ആ പിതാക്കന്മാരെ കുറിച്ച് എന്താ പറയുന്നത്? വെട്ടുക്കിളികളായിരുന്നു കേട്ടോ. സ്തോത്രം. 2 തലമുറയെ കുറിച്ച് ഒന്ന് കാണിക്കാൻ പോവാണേ. ഒരു തലമുറ വെട്ടുക്കിളിയായിരുന്നു. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ ഞാനല്ല പറയുന്നത്, തിരുവചനം പറയുകയാണ്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ എന്തുപോലെ തോന്നി? വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ. ഞാൻ പറയുക, ഞാൻ ഒന്നുമില്ലെന്ന് പറയാൻ ശത്രുവും പറയും നീ ഒന്നുമില്ലെന്ന്. അവിടെ നിങ്ങൾ വായിച്ചു നോക്കുക, വചനം വായിച്ചു നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവർ പറയുകയാണ്, ഈ ഒറ്റുനോക്കുവാൻ പോയവര് പറയുകയാണ്, ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ. സ്തോത്രം. എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ശത്രുവും പറയും നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഈ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. ശത്രുവും പറയും നിനക്ക് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. ശത്രു പറയും നിനക്ക് നമ്മൾ പറയും എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയത്തില്ല. ശത്രുവും പറയും നീ അധികം പാടത്തില്ല. നമ്മൾ പറയുക ഈ ജോലി എനിക്ക് ശരിയാവത്തില്ല. ശത്രു പറയും ഒട്ടും പറ്റത്തില്ല. ഞാനാണോ പറഞ്ഞത് ചെറിയാനങ്ങളെ?
അല്ല സ്തോത്രം. ഞാനാണോ ഇത് പറഞ്ഞത്? നിങ്ങൾ തന്നെ ബൈബിൾ വായിച്ചു നോക്കുക. ഇസ്രായേൽ മക്കൾ പറയുക, ഞങ്ങൾ എന്തായി തോന്നുന്നു, ഇന്ന് ആരെങ്കിലും ഉണ്ടോ? ചിലര് വെട്ടുക്കിളിയും സ്തോത്രം പുഴുവും. ഇപ്പോഴും പ്രാർത്ഥനയില്ല, ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പം കർത്താവേ കൃമിയാകുന്ന എന്നെ ഇതിനകത്ത് ആരുമില്ല. പണ്ട് ഞാൻ കേൾക്കുമായിരുന്നു, രക്ഷിക്കപ്പെട്ടവര് പറയുക, ഞാൻ കൃമിയ, പുഴുവാകുന്ന എന്നെ, ഓ എളിയവനാ എന്തിനാ എളിയവൻ എന്ന് എനിക്ക് അറിയത്തില്ലേ പറയുന്നത്. എളിയവനാകുന്ന എന്നെ, സ്തോത്രം. അപ്പോൾ പിശാചൻ പറയും, നീ അതിലും വലിയ എളിയവനാ, സ്തോത്രം. പുഴുവാകുന്ന എന്നെ, നീ എനിക്ക് നിന്നെ ചവിട്ടി. അങ്ങനല്ല സ്തോത്രം. നമ്മളെ തന്നെ ഒന്നും ഇല്ല എന്ന് പറയും. ശത്രു പറയും, നീ എന്റെ മുമ്പിൽ ഒന്നുമല്ല, സ്തോത്രം. എന്നാൽ ഞാൻ ആർപ്പിടുന്നവനാണെന്ന് പറയും. ശത്രു പറയും, നിന്റെ ആർപ്പ്, അവൻ ആർപ്പിടുന്നവൻ, അവന്റെ ആർപ്പിന് മുമ്പിൽ തകരും. ഇന്ന് ആരെങ്കിലും ഒക്കെ സ്തോത്ര ജോലി സംബന്ധമായിട്ട്, ഭാവി സംബന്ധമായിട്ട് നെഗറ്റീവായിട്ട് പറയുന്നുണ്ടോ? നിന്റെ തലമുറ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടോ? എന്നെ ഈ ദൈവശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു മനോഭാവത്തോടെ, ഇത്ര നാളായി രക്ഷിക്കപ്പെട്ടിട്ട്, ഇത്ര നാളായി സ്നാനപ്പെട്ടിട്ട്, ഉപവസിച്ചിട്ട് ഇത്ര നാളായി, ഒരു വചനം വരുമ്പോൾ പെട്ടെന്ന് എന്താ പറയുന്ന സ്തോത്രം മെതിവണ്ടിയൊക്കെ ആവും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്ലേ ബീന ആന്റി? ചിലർ ഈ ഉപവാസം വരുമ്പോഴാണ് മെതിവണ്ടിയാകുന്നേ. ഒരു 21 ഉപവാസമൊക്കെ ആകുമ്പോൾ മെതിവണ്ടിയും താമ്ര ഭിത്തിയും ഒക്കെ ആവും. ഉപവാസം കഴിയുമ്പോൾ പിന്നെയും പുഴുവാകും. സ്തോത്രം. വർഷം കുഴയായി ഇത് ഇങ്ങനെ തുടരുക. ഉപവാസത്തില് മെതിവണ്ടിയാകാനും പ്രശ്നം വരുമ്പം പുഴുവാകാനും അല്ല ദൈവം നമ്മളെ കണ്ടത്. എപ്പോഴും ഒരു താമ്ര ഭിത്തിയായിരിക്കാൻ, എപ്പോഴും ഒരു മെതിവണ്ടി ആയിരിക്കാൻ, എപ്പോഴും ആർപ്പിടുന്നവനായിരിക്കാൻ. ചില ആത്മീയ ഫ്ലക്ച്വേഷൻസിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ മാറ്റുകയാണ്. ചില ആത്മീയ അസ്ഥിരതകളെ ചില സമയത്ത് നീ സ്തോത്രം നീ ഒന്നുമില്ലാത്തവളായി, ഒന്നും എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിന്നെ ബലഹീനയാക്കുന്ന, പ്രാർത്ഥനയിൽ ബലഹീനയാക്കുന്ന, ശുശ്രൂഷയിൽ ബലഹീനയാക്കുന്ന ചിന്തകളുടെ മേൽ ഇന്ന് പകർക്കാലം യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുക. Name of Jesus. സ്തോത്രം. സംഖ്യാപുസ്തകത്തിൽ ടെറിഫൈഡ് ആയിട്ടിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ കാണുമ്പോൾ, യോശുവയുടെ പുസ്തകത്തിൽ കാണുന്ന ഭയപ്പെട്ടിരിക്കുന്നവരെയെല്ലാം ആർപ്പിടാൻ തയ്യാറായിരിക്കുന്നവരെയാ കാണുന്നത്. ഇന്നലകൾ നീ കഴിഞ്ഞ തലമുറ ഭയപ്പെട്ടെങ്കിൽ ഈ തലമുറ ദൈവം കണ്ടത് ഭയപ്പെട്ടിരിപ്പാനല്ല, പിടിച്ചടക്കുന്നവരായിരിക്കാൻ. സ്തോത്രം. അവർക്ക് ആ തലമുറ, പഴയ തലമുറ എന്ത് കിട്ടത്തില്ലെന്ന് പറഞ്ഞോ, പുതിയ തലമുറ ആർപ്പിട്ടത് പിടിച്ചെടുത്തു. യെസ്. ദൂതം കൈമാറുക കേട്ടോ. സ്തോത്രം. ലിനി മോൻസി സിസ്റ്ററെ, സ്തോത്രം. അപ്പച്ചന്മാർ ഭയപ്പെട്ടതിനെ സ്തോത്രം ആർപ്പിട്ട് പിടിക്കാൻ തയ്യാറായിക്കോ. കഴിഞ്ഞ ഒരു തലമുറയ്ക്ക് പിടിച്ചടക്കാൻ പറ്റാതിരുന്നതിനെ ഈ തലമുറയെ പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. നിന്റെ പിതാക്കന്മാർക്ക് പിടിച്ചെടുക്കാൻ പറ്റാതിരുന്നത്, പിതാക്കന്മാർ മാറി നിന്ന വിഷയങ്ങളെ, പിതാക്കന്മാർക്ക് ഒതുക്കാൻ പറ്റാത്തതിനെ ഈ തലമുറയിൽ ലിനി മോൻസി സിസ്റ്ററെ, ഈ തലമുറയിൽ ആർപ്പിട്ട് പിടിച്ചടക്കാൻ പോകുക. ഒന്നുകൂടി പറയാം, പിതാക്കന്മാർക്ക് കൈവശപ്പെടുത്താൻ പറ്റാതിരുന്ന, പിതാക്കന്മാർക്ക് വഴങ്ങാതിരുന്ന, കഴിഞ്ഞ തലമുറയ്ക്ക് വഴങ്ങാതിരുന്നത് ഈ തലമുറയിൽ സിസ്റ്ററെ പിടിച്ചടക്കാൻ പോവുകയാണ്. ഇന്ന് പകരം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ദൂത് കൈമാറുക കേട്ടോ. ചിലരൊക്കെ ഇന്ന് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ആർപ്പിടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആർപ്പിടുക. അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങളുടെ റൂമിൽ, നിങ്ങൾ പാർക്കുന്ന ഭവനത്തിൽ ഉച്ചത്തിൽ ആർപ്പിടുക. ഇനി ആർപ്പിടേണ്ട വിഷയങ്ങളിലേക്ക് ഞാൻ വരികയാണ്. സ്തോത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്തോത്രം. നോക്കുക,
Praise the Lord. അപ്പോൾ ഈ യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വേഗം മുന്നോട്ട് പോവുകയാണ്. 6-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിലേക്ക് കടന്നു വരിക. ആമേൻ. യോശുവയുടെ പുസ്തകം 6:10. ആമേൻ. യോശുവ ജനത്തോട് ആർപ്പിടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്നൊരു വാക്കും പുറപ്പെടുകയും അരുത്. സ്തോത്രം. അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് കേട്ടോ. ദൈവം പറയുന്നിടം വരെ ചില കാര്യങ്ങളിലാണ് വാ തുറക്കരുത്. ഇതിന്റെ അത് പറയുന്നത് വാർ ക്രൈ എന്നാ പറയുന്നത്. വാർ ക്രൈ. ഈ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ പഴയ കാലത്തില്, ഈ പ്രാചീന കാലത്തില് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് എന്തുണ്ട്? ആർപ്പിടുന്നുണ്ട്. അവരുടെ സൈന്യ ബലത്തെ കാണിക്കുവാൻ, അവരുടെ ശൂരത്വത്തെ കാണിക്കുവാൻ, അവരുടെ പരാക്രമത്തെ കാണിക്കുവാൻ ഈ പരിചയും വാളും തമ്മിൽ കൂട്ടിയടിക്കും. അല്ലെങ്കിൽ എന്താണ് അവരുടെ കയ്യിലുള്ള ശബ്ദം കേൾപ്പിക്കാൻ പറ്റുന്നത്? ആ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇരു ശത്രു രാജ്യങ്ങൾ ശബ്ദം കേൾപ്പിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് എന്താണെന്നറിയാമോ? സ്തോത്രം. ഒരു ശബ്ദവും കേൾപ്പിക്കരുത്. വാർ ക്രൈ എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്ന് പകൽക്കാലം പറയുക കേട്ടോ. സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. വലിയ കോലാഹലം ഒന്നും ആദ്യം വേണ്ടാന്നേ, വലിയ ശബ്ദം ഒന്നും വേണ്ട. 3 കാര്യങ്ങളാ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ആമേൻ, സ്തോത്രം. ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്. ഈ ആർപ്പിടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്യരുത്. 2, വാർ ക്രൈ വേണ്ട, അതാണ് ഒച്ച കേൾപ്പിക്കരുത്, വാർ ക്രൈ. അടുത്ത്, വായിൽ നിന്ന് ഒരു വാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൗനമായിരിക്കണം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ചില വാർ ക്രൈ നിർത്താമോ? നിങ്ങൾ പറഞ്ഞാൽ വെല്ലുവിളികൾ നിർത്താമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആരാന്ന് നിനക്കറിയാമോ? സ്തോത്രം, സ്തോത്രം. എന്നാലും പറയും, പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞാൽ ചില സമയത്ത് എന്റെ അപ്പച്ചനെ നിനക്കറിയാമോ? സ്തോത്രം. എന്റെ അച്ചായനെ നിനക്കറിയാമോ? എന്റെ മോനെ നിനക്കറിയാമോ? ഇങ്ങനെയുള്ള ശബ്ദം, ഇതൊക്കെയാ വാർ ക്രൈ എന്ന് പറയുന്നത്. നമ്മൾ സ്തോത്രം. ഞാൻ ചില സഭകളുടെ പേര് പറയാൻ പോവാ, ക്ഷമിക്കണേ. നിനക്ക് IPC-കാരെ അറിയാമോ? നിനക്ക് PMG-കാരെ അറിയാമോ? ഞാൻ PMG-കാരനാ. നിനക്ക് ഷാരോൻകാരെ അറിയാമോ? ഞങ്ങൾ ഷാരോൻ. ഇതൊക്കെ ഓരോ വാർ ക്രൈയാ. സ്തോത്രം. ഹല്ലേലൂയ. ഷാരോൻ കൊണ്ടോ IPC കൊണ്ടോ AG കൊണ്ടോ ഒന്നും നടക്കത്തില്ല. ചില യുദ്ധത്തിന് പോകുമ്പോൾ ചില വാർ ക്രൈകൾ, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അനാവശ്യ ശബ്ദങ്ങൾ, അനാവശ്യ വാക്കുകള് നിർത്തിക്കോ, 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 നിർത്തിക്കോ. ആത്മാവിലാണോ ജയം പ്രാപിക്കുവാൻ ഇരിക്കുന്നത്? ആത്മാവിൽ തന്നെ മുന്നോട്ട് പോയിക്കോണം. അനാവശ്യ വാക്കുകളെ, ദൈവിക പ്രവൃത്തികളെ തടയുന്ന അപശബ്ദങ്ങളെ, അപശബ്ദങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുക കേട്ടോ. നമ്മൾ അറിയാതെ നമ്മുടെ നാവിൽ വരുന്ന അപശബ്ദങ്ങളെ, അറിയാതെ വരുന്ന, ഞാൻ കാണിച്ചു തരാം. സ്തോത്രം. ഞാൻ ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ബീന ജയന്തി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ പറയുന്നവരാ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇതിനകത്ത് ഉണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങൾ ഉപവാസമാണ്. അപശബ്ദങ്ങൾ പാടില്ല. വീട്ടിൽ അപശബ്ദങ്ങൾ പാടില്ല. എതിരാളികളോട് അപശബ്ദങ്ങൾ പാടില്ല. എതിരെ നിൽക്കുന്നവരോട് അപശബ്ദങ്ങൾ പാടില്ല. ഇത് ഞാനല്ല പറയുന്നത്, ദൈവമായ യഹോവ യോശുവയോട് പറയുകയാണ്, ഈ അപശബ്ദങ്ങളൊന്നും പാടില്ല. എനിക്കൊരു വിശുദ്ധമായ ശബ്ദം നിങ്ങളുടെ പാളയത്തിൽ നിന്നും പുറപ്പെടുവിക്കുവാനുണ്ട്. ഒരു ആർപ്പിന്റെ സ്വരം എനിക്ക് നിങ്ങളുടെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാനുണ്ട്. അതുവരെ നിങ്ങൾ മൗനമായിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നോക്കിക്കേ, 1-2 വാക്യങ്ങൾ വേഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. സ്തോത്രം. ആരാണ് ആർപ്പിടേണ്ടത്? ആർപ്പിടുന്ന വിഷയത്തിലേക്ക് വരാം. ആരാണ് ആർപ്പിടേണ്ടത്? സങ്കീർത്തനങ്ങൾ. ജീസസ്, ഹല്ലേലൂയ. ഓ, ഐ വർഷിപ്പ് യു ജീസസ്. സങ്കീർത്തനങ്ങൾ 66-ന്റെ 1 മുതൽ 20 വരെ വായിക്കണ്ട. തുടക്കം ഇങ്ങനെയാണ്. സങ്കീർത്തനം 66-ന്റെ 1. സർവ്വഭൂമിയുമായുള്ളവരെ ദൈവത്തിന് ഘോഷിപ്പീൻ, അവന്റെ നാമത്തിന്
ദൈവത്തിന്റെ മഹത്വം കീർത്തിപ്പീൻ, അവന്റെ സ്തുതി മഹത്വീകരിപ്പീൻ. നിങ്ങളിത് മുഴുവൻ വായിക്കണം. സ്തോത്രം. എന്താണ് ഘോഷിക്കേണ്ടുന്നത്? ഓ ഹല്ലേലൂയ. അവന്റെ മഹത്വം കീർത്തിക്കുന്നവരായി, അവന്റെ സ്തുതിയെ മഹത്വീകരിക്കുന്നവരായി ദൈവം നമുക്ക് വേണ്ടി ചെയ്ത്, ഇത് ഇസ്രായേൽ ജനത്തിന്റെ ഒരു ചരിത്രമാണ്. 66 സങ്കീർത്തനം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്നലകൾ ചെയ്തതോർത്ത് ദൈവത്തെ ആർപ്പിടണം. സ്തോത്രം. സങ്കീർത്തനം 27 ആമേൻ. Psalms 27 ആമേൻ. സ്തോത്രം. 27:6 ഇങ്ങനെ പറയുന്നു. ആമേൻ. സ്തോത്രം. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും, ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും. ഹോ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പൊ എവിടെയാണ് ഷൗട്ട് അല്ലെങ്കിൽ ജയഘോഷങ്ങളെ കേൾപ്പിക്കേണ്ടത്? ഞാൻ അവന്റെ കൂടാരത്തിൽ. സ്തോത്രം. എരിഹോവിലേക്ക് വരുന്നതിന് മുൻപ്, എരിഹോ പട്ടണത്തിലേക്ക് വരുന്നതിന് മുൻപ് ആലയത്തിൽ ഘോഷിക്കുന്നവരാകണം. ആരാധന സ്ഥലത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകണം. ചൂടാബാലാബ ശംധൻ ഖറാബാലാബ ശഖറമനഗസിയ 32 ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല കേട്ടോ. 32 സങ്കീർത്തനം 11 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ, ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചു. അപ്പൊ ആരാ ഘോഷിച്ചുല്ലസിക്കുന്നത്? റൈറ്റിയസ് മാൻ. സ്തോത്രം. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരും ഒന്നും ഘോഷിക്കാനൊന്നും നിയമമില്ല കേട്ടോ. സ്തോത്രം. അല്ലെ, ഹൃദയ പരമാർത്ഥതയോടെ ജീവിക്കുന്നവർ അങ്ങനെ ഉണ്ടെന്ന്. ഈ ഉപവാസം എന്തിനാ? ചിലരെയൊക്കെ വാർത്തെടുക്കാനാ. ഹൃദയ ശുദ്ധിയോടെ ജീവിക്കുക, ഹൃദയ പരമാർത്ഥതയോടെ ജീവിക്കുക. ദൈവത്തോട് മനുഷ്യരോടും കുറ്റമറ്റ, നമുക്ക് ഈ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി ഒറ്റ ദിവസമേ വരത്തുള്ളൂ. അതെന്നാന്നറിയാമോ? കർത്തൃമേശയുള്ള ദിവസം. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുനാളില് എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. കാര്യം ചർച്ചിൽ അന്ന് എൻ്റെ കുഞ്ഞില് 10, 12, 15, 16 പേരെ ഉള്ളൂ. 100 അതങ്ങ് കുറഞ്ഞു. 200 ഇപ്പൊ ഒന്നും പറയുന്നില്ല. ദൈവദാസനെ ഒന്ന് ഓടിച്ചങ്ങ് വിടും. സ്തോത്രം. അതുകൊണ്ട് ആർക്കും പറയണ്ട. പണ്ട് എൻ്റെ നല്ല ഓർമ്മയിൽ നിൽക്കുന്നു, ഇത് പറയാത്തവരുണ്ട്. എന്തുവാ പറയും? എല്ലാരെയും കൂടി എഴുന്നേറ്റ് സാക്ഷ്യം പറയും. ഞാൻ ദൈവത്തോട് മനുഷ്യരോട് കുറ്റമറ്റ മനസാക്ഷിയിലായിരിക്കുന്നു, ഇന്ന് ഒരുക്കിയിരിക്കുന്ന കർത്തൃമേശയിൽ ഞാൻ പങ്കാളിയാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറയാത്തവർക്ക് കിട്ടത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സ്തോത്രം. അങ്ങനെ ഒരു കാലഘട്ടം. ഇന്ന് ഇതൊന്നുമില്ല. എല്ലാവരുടെ അടുക്കലും ബ്രെഡും വീഞ്ഞും എത്തുവാ. സ്തോത്രം. ഞാനൊരു ചർച്ചിലിരുന്നു. ആ ചർച്ചിൽ അച്ചായൻ 2 കപ്പ് വീഞ്ഞാ എടുത്ത് കുടിച്ചത്. ഇത് പരമാർത്ഥത കൂടിയത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. സ്തോത്രം. അപ്പൊ ഇന്ന് നല്ല മനസാക്ഷി വേണമെന്നൊന്നും ഇല്ല. സ്തോത്രം. പക്ഷെ വചനം പറയുന്നു, ഘോഷിക്കണമെങ്കിൽ പോലും, ഷൗട്ട് ചെയ്യണമെങ്കിൽ, ആർപ്പിടണമെങ്കിൽ എന്ത് വേണം? ഹൃദയ പരമാർത്ഥത വേണം. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അതിന് വിരുദ്ധമായി നിൽക്കുന്ന ഘടകങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഇന്ന് മുതൽ ഇൻഗ്രേസിൽ വരുന്ന എല്ലാവരും ഹൃദയ പരമാർത്ഥതയോടെ. ചൂടാബാലാബ ശബ്ദന രഹസ്യ 33 സങ്കീർത്തനത്തിലെ 3 വാക്യത്തിൽ പറയുന്നത്, അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യമായി കണ്ടോ. അപ്പൊ അതിനകത്ത് എന്താ പറയുന്നത്? ആ ഷൗട്ടിങ്ങിനകത്ത് എന്താ വേണം? നന്നായിട്ട്. എങ്ങനെ എല്ലാവരും പറഞ്ഞേ? നന്നായിട്ട് പാടണം, നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നവരാകണം. ആർക്കോ വേണ്ടി ഷൗട്ട് ചെയ്യും, അല്ല, ദൈവത്തിന് വേണ്ടി നന്നായിട്ട് ഷൗട്ട് ചെയ്യണം. സ്തോത്രം. 47 സങ്കീർത്തനം 1 വാക്യം ഞാൻ തന്നെ വേഗം വായിച്ചു വിടുക കേട്ടോ. സ്തോത്രം. 47 സങ്കീർത്തനം 1 വാക്യം, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവത്തിൽ ആർക്കുവീൻ. സ്തോത്രം. അപ്പൊ അടുത്തതാണ് ജയഘോഷത്തോടെ. എല്ലാവരും പറഞ്ഞേ, ജയഘോഷത്തോടെ. ഞാൻ ജയിച്ചവനാണ്, ഞാൻ ജയിച്ചവളാണ്. സ്തോത്രം. 2 കാര്യങ്ങൾ. എന്റെ കർത്താവ് ജയിച്ചവനാണ്. അടുത്തത്, ഞാൻ ജയിച്ചവളാ. എല്ലാവരും പറഞ്ഞേ, ഞാൻ ജയിച്ചവളാ, ഞാൻ ജയം അറിഞ്ഞവരാ. സ്തോത്രം. ഇന്നലകളിൽ ജയം അറിഞ്ഞവരാണ്. സ്തോത്രം. 71 സങ്കീർത്തനം 23 വാക്യം കൂടി ഞാൻ വായിക്കുന്നു. 71 സങ്കീർത്തനം 23 വാക്യം, ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എന്റെ പ്രാണനും ഘോഷിച്ചാണ്. സോറി,
എന്റെ പ്രാണനും, കേട്ടോ എന്താ പറയുന്നത്, എന്റെ പ്രാണൻ ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ ആദരങ്ങൾ ഈ ഈ ദൈവത്തെ സിംഗ് ടു ദ ലോർഡ്, ഷൗട്ട് ടു ദ ലോർഡ്, അത് ആദരങ്ങൾ കൊണ്ട് പറയുമ്പോൾ ഇൻ മൈ സോൾ, ആത്മാവിനെ തൊട്ടുണർത്തുന്ന കോശസ്വരം. അവിടെ വിടുതലുള്ളത് കേട്ടോ. സ്തോത്രം. ആദരങ്ങൾ കൊണ്ട് സ്തോത്രം. എല്ലാവരും ദൈവത്തെ ആർപ്പിട്ടാട്ടെ എന്ന് പറയുമ്പോൾ ആദരങ്ങൾ കൊണ്ട് വരുന്നതല്ല. അവിടെ പറയുന്നത് എന്റെ പ്രാണനും ഇന്ന സോളിനെ തട്ടി ഉണർത്തുന്ന ദൈവിക സ്തുതികൾ. സ്തോത്രം. 89-ാം സങ്കീർത്തനം, Psalms 89 verse 15, 15-ാം വാക്യം, 89-ാം സങ്കീർത്തനം 15-ാം വാക്യം, ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. സ്തോത്രം കേട്ടോ. ആരാ ആർപ്പിടുന്നത്? നേരത്തെ പറഞ്ഞ അതേ വിഷയം, ജയഘോഷം, ജയിക്കുന്ന കോശം, ജയത്തിന്റെ കോശം അറിയുന്ന, പരാജയത്തിന്റെ ആർപ്പിടിയിലല്ല, സ്തോത്രം, സംശയത്തിന്റെ ആർപ്പിടിയിലല്ല, ജയം അറിയുന്ന, ജയിക്കുമെന്ന് ഉറപ്പുള്ളവർ, ജയത്തോടെ ഘോഷിക്കുന്ന ജനത്തിന് ഭാഗ്യം. സ്തോത്രം. ഞാനൊന്ന് എന്താ പറയാ, റോക്കറ്റ് വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിട്ടേ കേട്ടോ. സ്തോത്രം. മീൻസ് പൊതുവെ എല്ലാരും പറയാറുണ്ട് എബി പാസ്റ്ററുടെ ശുശ്രൂഷയുടെ ടൈമിങ് നീണ്ടു പോകാനുള്ള കാര്യം ഓരോന്ന് എടുത്ത് അങ്ങ് പറയുക. സ്തോത്രം. ഞാൻ ചർച്ചയിൽ ഈ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒറ്റ ടോപ്പിക്ക് കൊണ്ട് ഞാൻ 2 മാസം പോകും. ആർക്കും ബോറടിക്കത്തില്ല. കാര്യം അറിഞ്ഞറിഞ്ഞ് പോകണമല്ലോ. അപ്പോ ഞാൻ വേഗത്തിൽ പറഞ്ഞു, ആരാ ഘോഷിക്കേണ്ടത്? സ്തോത്രം. ഇതുവരെ ഘോഷിച്ചിട്ട് ജയം കിട്ടാത്തത് എന്താണ്? അത് നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും വാക്യങ്ങൾ കൊണ്ട്. ഇന്ന് മുതൽ അങ്ങനല്ല, ഇനിയും എൻ്റെ ആർപ്പിൽ ഒരു വിടുതലുണ്ട്. സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും ഒറ്റ വാക്യം കൂടി വായിക്കാം. 1 പത്രോസ് 2:9. സ്തോത്രം. 1 പത്രോസ് 2:9. 1 പത്രോസ് 2:9 ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു. സിസ്റ്ററെ വായിച്ചു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അപ്പോൾ ആരാ ഘോഷിക്കേണ്ടത്? താങ്ക് യു ആനി. ഗോഡ് ബ്ലസ് യു. സ്തോത്രം. കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ബ്ലസ് യു? വചനം വായിച്ച് കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാരുന്ന ഉടനെ ഒരു ഭാഗ്യാവസ്ഥയുണ്ട് കേട്ടോ. ഉടനെ ഒരു നല്ല വാർത്തയുണ്ട്. സ്തോത്രം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ. അപ്പോൾ എന്തുവാ ഘോഷിക്കേണ്ടത്? ദൈവം ചെയ്ത നന്മകളെ ഘോഷിക്കേണ്ടവരാ. ആരൊക്കെയാ അത്? ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. കരങ്ങൾ ഉയർത്തിക്കേ. ഞാൻ ദൈവത്തെ ഷൗട്ട് ചെയ്യുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാ. ഇനി ആരെങ്കിലും നിങ്ങളുടെ സ്തുതിയെ ചോദ്യം ചെയ്യുമ്പോൾ ഇതെടുത്ത് അങ്ങ് പറയണം കേട്ടോ. സ്തോത്രം. പ്രിയ ഡാനിയേൽ അങ്കിളെ, സ്തോത്രം. എന്തിനാ ഇത്രയും വലിയ ശബ്ദം? പറയണം. 1 പത്രോസ് 2:9 അങ്ങനെ പറയുന്നു, എന്നെ ദൈവം തെരഞ്ഞെടുത്തത് ഘോഷിക്കാനാ. എന്ത് ഘോഷിക്കുവാൻ? ദൈവം എന്നോടും എൻ്റെ ഭവനത്തോടും ചെയ്ത നന്മകൾ, എൻ്റെ പ്രാണൻ ചെയ്ത നന്മകൾ, എന്നെ വീണ്ടെടുക്കുവാൻ എന്നെ വിളിച്ചിരിക്കുക, ഘോഷിക്കുവാൻ. സ്തോത്രം. ജാതി ദൈവത്തെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുത്തൊരു ജാതി, ദൈവത്തെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം. എത്ര ക്വാളിറ്റീസ് ആണ്? ഒരു ജാതി, ഒരു വിശേഷപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനവും. 4 പദവികൾ തന്നിട്ട് ദൈവം പറയുക, ഈ പദവിയിലാക്കിയത് എൻ്റെ പുത്രനെ ഘോഷിപ്പാനാ. അടുത്ത ദൂതന്റെ അകത്തുണ്ട്, നിങ്ങൾ മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. മുൻപേ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. അങ്ങനെയുള്ളവർക്ക് മൗനമായിരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവർക്ക് വായടച്ചിരിക്കുവാൻ പറ്റുമോ?
ഇല്ല. ഇനി നമുക്ക് എരിഹോവിലേക്കൊന്ന് പോകാം. സ്തോത്രം. യോശുവ ജനത്തോട് പറയുകയാണ്, മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ നിങ്ങൾ ജനം. മുൻപേ നിങ്ങൾക്ക് കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. നിങ്ങളൊരു രാജകീയ പുരോഹിത വർഗമാണ്, നിങ്ങളൊരു വിശേഷപ്പെട്ട ജാതിയാണ്, നിങ്ങളൊരു വിശുദ്ധ വംശമാണ്, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആർപ്പിടുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നുള്ളവരെയും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നുള്ളവരെയും നിങ്ങൾ മൗനമായിരിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ജനം അങ്ങനെ ചെയ്തു. ലാസ്റ്റ് മൊമെന്റിൽ എന്താ സംഭവിച്ചത്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. കണ്ണുകളെ അടയ്ക്കാം. ആരാണ് ആർപ്പിടേണ്ടെന്ന് കണ്ടല്ലോ, എങ്ങനെയാണ് ആർപ്പിടേണ്ടെന്ന് കണ്ടല്ലോ, ആർപ്പിന്റെ പ്രത്യേകത കണ്ടല്ലോ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ നിങ്ങളെ ഒരു ഒളിമ്പിക്സ് നടക്കുന്ന ഒരു സ്റ്റേഡിയത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകുക. നമുക്ക് പ്രിയപ്പെട്ടവർ ആ ട്രാക്കിൽ സ്തോത്രം വിജയത്തിൽ എത്തുമ്പം നിങ്ങൾ പതക്കെ കൈയടിക്കുമോ, ഉറക്കെ കൈയടിക്കുമോ, ഓർ ചാടി എഴുന്നേറ്റ് കൈയടിക്കും? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു വലിയ ഓട്ടക്കളത്തിലാകട്ടോ, നമ്മൾ വലിയൊരു ഓട്ടക്കളത്തിലാ. നമ്മളെല്ലാം ജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മൗനമായിരിക്കരുത്, ആർപ്പിടുക. അങ്ങനെയുള്ള ജനം ആർപ്പിട്ടപ്പോൾ മതില് വീണു കേട്ടോ, മതില് വീണു. ഈ ഉപവാസത്തിൽ കർത്താവിനോട് പറയുന്നത്, വീഴത്തില്ലെന്ന് പറയുന്ന പല മതിലുകളും ഈ ഫാസ്റ്റിങ്ങിൽ വീഴുകയാ. ഒരു കാലത്ത് കിട്ടത്തില്ലെന്ന് പറഞ്ഞ തലമുറ, പുതിയ തലമുറ വന്നപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ആർപ്പിട്ട് പിടിച്ചെടുക്കും, ഞങ്ങൾ ആർപ്പിട്ട് പിടിച്ചെടുക്കും. ഇതിൻ്റെ അകത്തായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറ നിങ്ങളുടെ മുമ്പിൽ പിടിക്കപ്പെടാതെ കിടക്കുന്നത് നിങ്ങളുടെ തലമുറ ആർപ്പിട്ട് പിടിച്ചെടുക്കും. ബീനാൻഡി, സ്തോത്രം, സ്തോത്രം. ആർപ്പിട്ട് പിടിച്ചെടുക്കും. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ എന്നോട് പറയുന്നു കേട്ടോ. സ്തോത്രം. പല തലമുറകൾ ആർപ്പിട്ട്, സ്തോത്രം, ആർപ്പിട്ട് ചില പദവികളിലേക്ക് ചാടി കയറാൻ പോവുകയാണ്. അങ്ങനെയുള്ള ചില വാർത്തകൾ ഈ ഗ്രൂപ്പിൽ കേൾക്കാൻ പോവുക. തലമുറകൾ ആർപ്പിട്ട് ദൈവത്തെ സ്തുതിച്ച് നന്മകളെ പ്രാപിച്ചെന്ന്. നിങ്ങളുടെ തലമുറകളെ ആർപ്പിടാൻ പഠിപ്പിക്കണം. IAS വിടുന്നത് നല്ലതാ. IAS പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. IAS പഠിപ്പിക്കുന്നത് നല്ലതാ. വലിയ കോച്ചിങ്ങിന് വിടുന്നതൊക്കെ നല്ലതാ. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആർപ്പിടാൻ പഠിപ്പിക്കണം. ഇതിനകത്തൊരു IAS വരുന്നുണ്ടല്ലോ. പിന്നെ ആ നാക്കിൽ ഇങ്ങനെ ദൈവാത്മാവ് തരുന്ന ഒരു IAS വരുന്നല്ലോ. അങ്ങനെ ഒരു ഉയർന്ന പദവിയിലേക്ക് തലമുറയെ ദൈവം കൊണ്ടുവരുന്നു. എഴുതി കുറിച്ചിട്ട് കൊള്ളുക കേട്ടോ. ശമനകണ്ട് ഒരു IAS വരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും കുഞ്ഞുങ്ങൾ അങ്ങനെ സ്തോത്ര കോച്ചിങ് എടുക്കുന്നുണ്ടോ? ദൈവത്തിലാലും പിന്നെ പറയുന്ന ഒരു IAS റബൽ ഖമനദനായ അർത്ഥ പൗഡമനഗസിഹ ഷൈഡാമാനാബ സന്ധാനാദിയ റമാൽ പ്രമാണിയാജകസിഹ. എല്ലാവരും കണ്ണുകളെ അടയ്ക്കുക. ദൈവത്തിനാത്മാവ് നമ്മൾ സംസാരിക്കട്ടെ. സമയങ്ങൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുക. ദൈവത്തിനാത്മാവ് നമ്മൾ സംസാരിക്കട്ടെ. യുവവാസം ഒരു അനുഗ്രഹമായിരിക്കട്ടെ. നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കുവാൻ വരുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അജലഗട ബലഗദല ബലബല അംദര ഉടല ബലിഗദ രാജക ഷൈഡൽ പ്രമാണാജകസിയ അർത്ഥാലാജ ദുൽഖാമാന വൈഷാമാന ധൂഡാമാന ബരഖമാനഗദന ഹഗിനഗദന അംധനാദിക ശൈഥിന റബൽ പ്രമാണിഹ അർത്ഥനഗടവനിയാദല ഷൈഡമനഗഡസിഹ. പ്രിയ ജൂലിയ റോസിസ്റ്റോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ. എന്നെ ദൈവം കാണിച്ച ഒരു അനുഭവം പറയാം. ഈ സ്തോത്രം, ഈ നമ്മൾ ഈ പഴം, സിസ്റ്ററെ കേട്ടോണേ, എന്നെ കർത്താവ് പഴമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഞങ്ങളുടെയൊക്കെ നാട്ടില് ഈ വിവാഹം വരുമ്പം നല്ല പഴുത്ത പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ വിളഞ്ഞ കായ എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു കുഴിക്കാത്തട്ടൊക്കെ ഇറക്കി ചാക്കിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് പുകയ്ക്കും, എന്നിട്ട് അങ്ങ് മൂടും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ആഫ്റ്റർ 2 days കഴിയുമ്പം ഈ നല്ല വിളഞ്ഞ പരുവായിരിക്കാം. പക്ഷെ ഈ പഴത്തോട് ചോദിക്കാം,
എന്നാ ആവിയാ സഹിച്ചത്, എന്നാ ചൂടാ സഹിച്ചത്. സ്തോത്രം. വിവാഹത്തിന് അന്ന് എല്ലാവരും 2-3 പഴമൊക്കെ കഴിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പഴത്തിന്റെ കാര്യമല്ല പറയുന്നത്, ദൈവം ഈ ഒരു പിക്ചർ കാണിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴത്തെ ഈ ചൂട് എന്തിനാണെന്നറിയാമോ ജൂലിയ റോസ് സിസ്റ്ററെ? ഇപ്പോഴത്തെ ഈ സഹിക്കാൻ പറ്റാത്ത അന്തരീക്ഷം എന്തിനാണെന്നറിയാമോ? നാളെ ഒരു വലിയ സന്തോഷം ഉണ്ടാകാൻ പോകുക. അടുത്ത ദിവസങ്ങളിൽ ഈ കണ്ണുനീരിന്റെ നന്മ അറിയാൻ പോകുകയാണ്. എന്തിനാ ദൈവമേ പുകച്ചില്, എന്തിനാ ദൈവമേ വേദന, എന്തിനാ ദൈവമേ അസ്വസ്ഥത, എന്തിനാ ദൈവമേ എന്നെ ഈ ഒരു അവസ്ഥയിൽ കൂടി കൊണ്ടുപോകുന്നത്? ദൈവത്തിന്റെ അനുഭവം പറയുന്നു, അടുത്ത ദിവസങ്ങൾ അനേകർ ക്യൂ നിൽക്കത്തക്ക രീതിയിൽ, അടുത്ത ദിവസങ്ങൾ യഹോവ നിനക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിലാണ് ദൈവം അതിശയങ്ങളെ പ്രവർത്തിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തെ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തെ ബ്ലസ് ചെയ്യുന്നു. ജൂലിയ റോസ് സിസ്റ്ററെ, ദൈവത്തിനാത്മാവ് അടുത്തൊരു ദൂതായിട്ട് പറയുക കേട്ടോ. സ്തോത്രം. പിടിക്കപ്പെടാതെ സ്തോത്രം പിടിതരത്തിലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒന്നിനെ, ഒരു അനുഭവത്തെ ദൈവം ഇന്ന് തൊട്ട് വിടുവിച്ചെടുക്കുകയാ. ഒരു നന്മ ഉടനെ സ്തോത്രം കൈക്കലാക്കാൻ പോകുന്നു. ഒരു നല്ല വാർത്ത ഉടനെ ഉച്ചരിക്കുവാൻ പോകുന്നു. ഒരു നല്ല വാർത്തയുടെ മുൻപിൽ ആർപ്പിടാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. അതാ എല്ലാരും പ്രാർത്ഥിക്കണമേ. ദൂതുകൾ, പ്രവചനം അസ്ഥികളെ ജീവിപ്പിക്കുന്ന കേട്ടോ. യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ ദൈവിക നിയോഗത്താൽ പ്രവചിച്ചപ്പോൾ അസ്ഥികൾക്ക് ജീവൻ വെച്ചു. നിങ്ങൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അസ്ഥികൾ വരെ ചലിക്കും, അസ്ഥികൾ ചലിക്കും. ബോൺ മാരോടെ കേടുകൾ മാറും. അന്താ ചാല ചൗഡ അകതൽ പ്രൗഡ റമന ശംധന റിഗൽഖന ജഗസിഹ ചൂഡാബലക സന്ധനാബ. തിരുവചനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ ക്യാൻസറുകൾ മാറും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ അസ്വസ്ഥതകൾ മാറുമെന്ന് ഞാൻ ദൂത് വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, വർദ്ധിച്ചു വരുന്ന പ്രഷറുകളുടെ പ്രഷറിന്റെ ലെവലുകളെ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നോർമലാക്കുന്നു. ഓ ജൂതാരാബാലാഖാദാരിയ രഥാന ഭൗഷകനദൻ അൽഥിനാദകൾ പ്രമഥിനാദകശിയ അർത്ഥന. ഇതിലിപ്പോൾ ഒരു അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇതിൽ നടക്കാൻ പോകുകയാണ്. അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കാൻ പോകുകയാണ്. കണ്ണുമായി ബന്ധപ്പെട്ട ഒരു അസ്വസ്ഥത, കണ്ണുകളുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളെ പരിശുദ്ധാത്മാവ് മാറ്റുന്നു. നിന്റെ കണ്ണുകൾക്ക് കർത്താവ് സൗഖ്യം കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യം കൽപ്പിക്കുന്നു. വൈശന ധനകൾ പ്രമാണക സ്യാധേ രകനധനഘടന അധിനഘടമനായ അന്ധലാറിക ഷൈഡമനഗമനശിഹ അർത്ഥൽ കൗഡ റിമന അമാനക ഷൈഡമനഘടകസിഹ. ആമെന്ന് ശരീരത്തിലുള്ള ചില തടിപ്പുകളെ യേശുവിന്റെ നാമത്തിൽ അത് 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 അപ്രത്യക്ഷമായി പോകട്ടെ, അത് അപ്രത്യക്ഷമായി പോകട്ടെ. എന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന, ചുറ്റി പിണഞ്ഞു കിടക്കുന്ന വെയിനുകളെ കാണിക്കുന്നു. പിണഞ്ഞു കിടക്കുന്ന ഞരമ്പുകളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, മാറട്ടെ. ആത്മാവിൽ ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, മാറിപ്പോകട്ടെ. ലിനി മോൻസിയോ സിസ്റ്ററോട് വീണ്ടും പരിശുദ്ധാത്മാവൻ ഇങ്ങനെ കാണിക്കുക. ദൈവനെ ഒരു ഓഫീസ് റൂം കാണിക്കുന്നു. സ്തോത്രം. ഞാൻ നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ അടുക്കായിട്ട്, എല്ലാം നല്ല ചിട്ടയായിട്ട് വെച്ചിരിക്കുന്നു. ഒരു ഓഫീസ് റൂം. സ്തോത്രം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്താ ഇത്? കർത്താവിനോട് പറയുന്നത് സ്തോത്രം. എന്താ പറയുന്നത്? അലങ്കോലപ്പെട്ട് കിടക്കുന്നതിനെ ഇന്നത്തെ ദൂത് കൊണ്ടെല്ലാം
ചിട്ടയാക്കി വെക്കാൻ പോകുക. ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ ഇങ്ങനെ ലഭിച്ചു, എങ്ങനെ നമ്മൾ പറഞ്ഞ എല്ലാം ചിട്ടയോടെ നടന്നു, എല്ലാം അർത്ഥത്തിന്റെ സമയത്ത് നടന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്നലകളില് ആമേ സ്തോത്രം ദുഷ്ടാത്മാവ് ആമേ സ്തോത്രം ആമേ അലങ്കോലമാക്കിയതിനെ, സ്കാറ്റേഡ് ആക്കിയതിനെ, ഇന്നലകളിൽ ദുഷ്ടാത്മാവ് ചിതറിച്ചു കളഞ്ഞതിനെ ഇന്ന് ദൂത് പറഞ്ഞ് അതിനെ ചിട്ടയാക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ചിതറിക്കിടക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അതിനെ വൃത്തിയാക്കിയെടുക്കാൻ പോകുക കേട്ടോ. സംഭവിച്ചു കഴിഞ്ഞു. വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. ടൈമായി എന്ന് ഞാൻ കരുതുന്നു. ബിനാൻഡി ടൈമായി അല്ലേ? ടൈമായി. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവ് തന്ന് എന്തോ ഉണ്ട്. ഓ ജീസസ്. എല്ലാരും പ്രാർത്ഥിച്ചാട്ടെ. ടൈമിന്റെ കാര്യം കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ദൂതിൽ നിന്ന് മാറി വന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും വിശ്വാസത്തോടെ പറഞ്ഞിട്ടെ. ഞാൻ ആർപ്പിടുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവള, ആർപ്പിടുവാൻ ദൈവ കർത്താവിന്റെ നല്ല ഗുണങ്ങളെ, കർത്താവ് ചെയ്ത നന്മകളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാ ഞങ്ങള്. അർത്ഥാര എന്റെ തലമുറകളെ ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇതുവരെ പോകാത്ത ഒരാഴത്തിലേക്ക് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ശരണപ്പെടുകയാണ്. ആത്മാവിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ചില ആഴങ്ങളിലേക്ക്, ചില വിടുതൽ ആഴങ്ങളിലേക്ക് ഒന്ന് നടന്നു കയറുവാൻ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഒരു ഭവനത്തെ ഇങ്ങനെ കാണിക്കുന്നു. സ്തോത്രം സ്തോത്രം. ആ ഭവനത്തില് ഒരു അറബിക്ക് വേർഡ്, ഒരു അറബിക്ക് വാക്ക് ആ ഭവനത്തിൽ കിടപ്പുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അറബിക്ക് വേർഡ് എഴുതിയ വെളിപ്പെട്ട് വരട്ടെ. എല്ലാരും പ്രാർത്ഥിക്കണേ. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. സിസ്റ്ററുടെ ഭവനത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എല്ലാരും പ്രാർത്ഥിക്കണമേ. വചന ശുശ്രൂഷ പോലെ അല്ല. ആമേൻ. സ്തോത്രം. ബീനാൻഡി പ്രത്യേകം പ്രാർത്ഥിക്കുക. ചില ഭവനങ്ങളെ ഒരു ഡെപ്തിൽ തൊടാൻ പോവുക. ഷീജ സി ബി സിസ്റ്റർ, ദൈവൻ ഒരു അറബിക്ക് അക്ഷരം എഴുതിയ, പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. എന്നോട് കർത്താവ് പറയുന്നു, ഷീജ സി ബി സിസ്റ്ററെ, അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു അറബിക്ക് വേർഡ് എഴുതിയ, അതെടുത്ത് മാറ്റിക്കോണം. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റും. അതിന്റെ ദൂഷ്യഫലങ്ങളെ കർത്താവിനെ കാണിക്കുന്നത് കത്തി വരുന്നതിനെ കെടുത്തിക്കളയുന്ന ഒരു പോര.
ഒന്ന് കത്തി വരും, ഒന്നങ്ങോട്ട് ശരിയായി വരുമ്പോൾ, ഒന്ന് കത്തി തെളിഞ്ഞ് വരുമ്പോൾ അതിനെ തല്ലിക്കെടുത്തുന്നതാണ് ഈ അറബിക്ക് വാക്കെഴുതിയത്. എന്നോട് കർത്താവ് പിന്നെയും പറയാം, അത് ഒളിപ്പിച്ചോ മണ്ണിനടിയിൽ ഒന്നും വെച്ചിരിക്കുകയല്ല. ഛേബ ഛേബ ശാഖ ബാര ധാര ധൂജ ധാര ശൈഖ ബാര ബഗഷ ലഗഥ അർത്ഥമന നിസ്സാരമായിട്ട് വരുന്ന പല അസ്വസ്ഥതകളെയും വർദ്ധിപ്പിക്കുന്ന ചെറിയ വേദനകളെ വലിയ വേദനകളാക്കുന്ന ചൂടാമന പോര് ആമേൻ അത് കണ്ടുപിടിക്കും, അതിനെടുത്ത് കളഞ്ഞോണം കേട്ടോ. സ്തോത്രം 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 ചൂടാബാരാബ സംധാനാബാലക ശരദനബന ഹക്കിനദനബ ലബൽഖ്രമനഗസിഹ അധാനക ശംധനബിനക ഷൈഡകനഗദനാദ പ്രൗഢബലഗഷി അർത്ഥനഗടമന ധീരഗദഗജഗസിഹ അർത്ഥജാല വൈഷാധാല ധൂനാബാര വൗഷാമാന അർത്ഥരേ രഗശരാതിയ രഗൽഖനാദക സംധനാജഗസിയ ഹേമനിയ ധുൽഖനാജക ഷൈഡമഗധിവി റമാഷ്മന ഹപ്തിൻ പ്രൗഷമനി ഹദുന രഗസിഹാധന. സൂക്ഷിച്ച് നോക്കിയാൽ അത് അറബിക്ക് വാക്കാം. സൂക്ഷിച്ച് നോക്കിയാൽ അത് അറബിക്ക് വാക്കാം. സംതിങ് നമുക്കൊരു കൊത്തുപണി പോലെ തോന്നും കേട്ടോ സിസ്റ്ററെ, ഷീജ സിസ്റ്ററെ, കണ്ടാൽ ഒരു കൊത്തുപണി പോലെ തോന്നും. മേ ബി ഒരു ഫ്ലവർ വൈസോ അങ്ങനെ നമുക്ക് തോന്നും അതൊരു കൊത്തുപണിയോ സംതിങ്, പക്ഷെ അതൊരു അറബിക്ക് വാക്കാണ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അതിന്റെ ലക്ഷ്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ തകർക്കുന്നു. ആ ഭവനം വിടുവിക്കപ്പെട്ടിരിക്കുക. ആ ഭവനം അടുത്ത ദിവസം ഞാനത് കേൾക്കും. അടുത്ത ദിവസം അത് ബീന എസ്എസിനോട് പറയണം കേട്ടോ. സ്തോത്രം. എന്നെ ഒരു ഫ്ലവർ വൈസ് പോലോ ഒക്കെ അങ്ങനെ എന്നെ കാണിക്കുന്നത്. സ്തോത്രം. സൂക്ഷിച്ച് നോക്കിയാൽ എൻ്റെ അകത്തൊരു ഈ അറബിക്ക് വാക്ക് കാണാൻ പറ്റും. സ്തോത്രം. അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അതിന്റെ ലക്ഷ്യങ്ങളെ കർത്താവ് തകർത്തു കേട്ടോ. അത് ആ വസ്തു ആ വീട്ടിൽ വന്നതിന്റെ ലക്ഷ്യങ്ങളെ, അതിന്റെ താല്പര്യങ്ങളെ കർത്താവ് തകർത്തു. അതെടുത്ത് കളഞ്ഞോണം. എല്ലാരും പ്രാർത്ഥിക്കുക. അടുത്ത 20 മിനിറ്റുകൾ വലിയ വിടുതലായി തീരട്ടെ, വലിയ നന്മയായി തീരട്ടെ. അഭിനാജക ഷൈഡമനഗമന അർത്ഥനാദകൾ പ്രൗഢമനഗസിയർദ്ധന ചൂടൽമാന വൈഷാമാന ധേഖാമാനിയ രഥാൽമന ശമന ജഗസിഹ. ദൈവത്തിന്റെ ആത്മാവ് പ്രിയ വിൽസൺ പാസ്റ്ററുടെ മുംബൈയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ വിൽസൺ പാസ്റ്ററുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ആമേൻ സ്തോത്രം, പുരോഹിതന്റെ കയ്യിൽ ഒരു കാഹളമുണ്ട്. കാഹളം അത്യുച്ചത്തിൽ ഊതിയപ്പോൾ ജനം ആർപ്പിട്ടു. ജനത്തെ ആർപ്പിലേക്ക് നയിക്കുന്ന ഒരു പുതിയ ശബ്ദം തരാൻ പോകുന്നു. ഒന്നുകൂടി കേൾക്കുക. ജനത്തെ ആർപ്പിലേക്ക് കൊണ്ടുവരുന്ന, ജനത്തെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആർപ്പിലേക്ക് കൊണ്ടുവരുക ഒരു പുത്തൻ ശബ്ദം അങ്ങയുടെ അതരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പകരുകയാണ്. വർഷൽ വൈഡാറമ സാന്ധേനിയ റഥാൽക്കമന ധിനാജക ഷൈഡാറ ഭാലാധിയ രഥാൻമന ശമാന ഭയ വർഷസ്പേദിയാറമൽ കംധൻഹം രഥമനി അബ്ദുൽ പ്രമാനക ഷൈഡമന ധിംപനസിഹ ആർഥ രേഷ്മന ധിയാദാൻഹ രേഖേ ധിയാസെ ഹംധൻഹെ വൈശാൻമാന ഹംധന രഗഷ്മൻ ധിയാദാസിഹ. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം കൈമാറുന്നു. ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തിയോ? സ്തോത്രം 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 സ്തോത്രം. ഈ ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ പോകുകയാണ്. ആമേൻ സ്തോത്രം. ആമേൻ. ചില സിസ്റ്റങ്ങളെ, ചില കൾച്ചറുകളെ മാറ്റത്തക്ക രീതിയിൽ അങ്ങയുടെ ശുശ്രൂഷയിൽ കൂടി, ആമേൻ, കർത്താവ് അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളിൽ കൂടി, കർത്താവ് അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ആമേൻ ആത്മീയ വരങ്ങളിൽ കൂടി, ആമേൻ, കർത്താവ് അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഒരു
അനുഭവം ഉണ്ട് കേട്ടോ. ആ അനുഭവത്തിൽ കൂടി ആമേസ്തോത്ര ചില കൾച്ചറുകൾ മാറാൻ പോകുക, ചില സംസ്കാരങ്ങളെ മാറ്റാൻ പോകുന്നു കേട്ടോ. ജൂതാരാബ ഷംസിഹ ആമേസ്തോത്ര മുംബൈയിലാണ് എന്ന് മുംബൈയിൽ നിന്ന് എഴുതിയത് കൊണ്ട് മുംബൈയിലാണെന്ന് വിശ്വസിക്കുന്നു. ചില സംസ്കാരങ്ങളെ ചിലരുടെ രീതികളെ മാറ്റാൻ പോകുക, ചിലരുടെ രീതികളെ അനേക ഭക്തന്മാർക്ക് കിട്ടാത്ത ഒരു പുതിയ വെളിപ്പാട് ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ തരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന് പറയുന്നു, സംസ്കാരങ്ങൾ, ചിലരുടെ രീതികൾ മാറാൻ പോകുക, ചിലരുടെ രീതികളെ മാറ്റത്തക്ക രീതിയിൽ ഒരു ഇടിച്ചു കയറുന്ന ഒരു ആത്മസ്വഭാവം അബൽപുരാത ബൗഡറിമിനികധനായ റേദാമാര ശംധാൻമായ മൗഷൽമായമാന രഥാൻമന ശകൽക്ക രാംധന. ചില ഡെവലപ്മെന്റുകൾക്ക് എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, പൊളിച്ചിട്ട് പണിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് അങ്ങേ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോകുക. ചില ഡെവലപ്മെന്റുകൾ കർത്താവിനെ കാണിക്കുന്നു. ഇടുങ്ങിക്കിടക്കുന്ന ചില സ്ഥലങ്ങളെ വിശാലപ്പെടുത്തുവാൻ കർത്താവ് അങ്ങേ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നു. ഈ ദൂത് പറയുമ്പോൾ തന്നെ അങ്ങയുമായി ബന്ധപ്പെട്ട ചിലരുടെ അവസ്ഥകൾക്ക് ഈ ദിവസം ഒരു വിശാലത കേൾക്കാൻ പോകുക. ചിലരുടെ ഭവനങ്ങളുടെ വിശാലതയ്ക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഏറിയയിൽ കർത്താവ് ഒരു വിശാലത പകരാൻ പോകുന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു, ഒരു പേപ്പർ തിരുത്തിയിട്ട് അങ്ങേക്കൊരു നന്മ വരാൻ പോവാ. ഒരു പേപ്പറിലെ ചില വ്യവസ്ഥകൾ തിരുത്തപ്പെടുന്നു. ആമേൻ. ഈ പ്രവചന ദൂതൊരു വിടുതല ഭാഷ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു പേപ്പറിലെ ചില വ്യവസ്ഥകൾ ആമേൻ ആമേൻ സ്തോത്രം തിരുത്തി മാറ്റിയിട്ട് അതൊരു വിടുതലായി അങ്ങക്ക് ലഭിക്കുന്നു. തിരുത്തപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ തിരുത്തപ്പെടുന്നു. കർത്താവേ, അങ്ങേക്ക് തന്ന അഭിഷേകത്താൽ നിറഞ്ഞ പറയുന്നത് തിരുത്തുകയാ ഞാനിപ്പോൾ. ഓ ജീസസ്. ആമീൻ. സ്തോത്രം 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 സ്തോത്രം. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. കർത്താവേ, ഇന്നലകളിൽ അടച്ചുറപ്പാക്കിയിരുന്നത് ഞങ്ങൾ ഇന്നത് കാണുകയാ. ആമീൻ. ശത്രുപാളയം ഭയന്നിരിക്കുക, ശത്രുപാളയം ഉരുകിക്കിടക്കുക. ആമീൻ. ഞങ്ങൾക്ക് ഞങ്ങൾ കീഴടങ്ങത്തിലെന്ന് പറയുന്ന ഫലം ആമേ അത് ഞങ്ങൾക്കുള്ളതാകുന്നു കർത്താവേ. ചില ശുശ്രൂഷ മേഖലകൾ ഞങ്ങൾക്കുള്ളതാണ്. കുഞ്ഞുങ്ങൾക്കുള്ള വിദ്യാഭ്യാസ മേഖല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് കർത്താവേ. ചില ജോലി മേഖലകൾ അത് ഞങ്ങൾക്കുള്ളതാ കർത്താവേ. ആ വെളിപ്പാടോടുകൂടി ഈ ദിവസം ഞങ്ങൾ സഞ്ചരിക്കുന്നു. ഈ വചനം കേട്ട, ഈ പ്രവചന ദൂത് കേട്ട ഏവരെയും ഞാൻ ബ്ലസ് ചെയ്ത് ആ നന്മകളിലേക്ക് നടത്തുന്നു. ഗോഡ് ബ്ലസ് യു. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം വചനവുമായി നിൽപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചതിനായി സ്തോത്രം. ക്ഷണിച്ച പ്രിയ ബീന ആന്റിയോടും കുടുംബത്തിനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ശുശ്രൂഷകളെ വർദ്ധിപ്പിക്കട്ടെ. സ്തോത്രം. സിസ്റ്റം കിട്ടി ആന്റി. സ്തോത്രം. സിസ്റ്റം കിട്ടി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ട് ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ട് അല്ലേ? ഉണ്ട്. സ്തോത്രം 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 സ്തോത്രം. എങ്ങനെ ദൈവം എന്നെ പാർക്കിംഗ് ഗ്രൗണ്ട് കാണിച്ചു. ഓ ജീസസ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ശുശ്രൂഷകളില് അതിഗംഭീരമായിട്ട് കർത്താവ് കൊണ്ടുവരികയാണ്. കൂടെ നിൽക്കുവാൻ ആമേൻ ദൈവം ഭവനത്തിലുള്ള ഏവരെയും ശക്തീകരിക്കുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം, ഞാൻ കാലിന് ഭയങ്കര നീരുമായിട്ടാണ് കയറിയിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങിയ ഒരു നീര, ഭയങ്കര നീരുമായിട്ടാണ് ഞാൻ ഇരുന്നത്. സ്തോത്രം. ഈ നീരും വെച്ചുകൊണ്ട് കഴിഞ്ഞ 2 ദിവസവും ഞാൻ ജോലി ചെയ്തത്. പക്ഷെ അവിടെയൊക്കെ ദൈവം ഒത്തിരി നന്മകൾ ചെയ്തു. മീൻസ് കഠിനമായതൊക്കെ മാറ്റി തന്നു. ഇത്രയും നേരം ഞാൻ എങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു ഭാരത്തില. മീൻസ് എനിക്ക് താഴോട്ട് ഇങ്ങനെ ബ്ലഡ് ഫ്ലോ കുറവായിരുന്നു. പക്ഷെ ഞാനിപ്പോ നോക്കുമ്പോൾ എൻ്റെ കാല് ഫ്രീ ആയിരിക്കുന്നു. അത്രയും വിരളും ഫ്രീ ആയിരിക്കുന്നു. സ്തോത്രം.
അപ്പൊ എന്തുമാത്രം സൗഖ്യമായി ഇതിനകത്തുള്ളത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. സോ ഞാനും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഓർത്ത് പ്രാർത്ഥിക്കുക. പുതിയ നന്മകളെ കേൾക്കാൻ പോകുന്നു, പുതിയ കുടുംബങ്ങളെ കാണാൻ പോകുന്നു, പുതിയ ദേശങ്ങളെ കാണാൻ പോകുന്നു, ദേശത്തിലെ നന്മകൾ അനുഭവിക്കാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താന്റെ വരവനായിട്ട് ഒരുങ്ങാം.